Good morning, everybody. Good morning. പറഞ്ഞു എല്ലാവരും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ചിലർക്ക് മാത്രമേ ഇന്നത്തെ മോർണിംഗ് ഗുഡാണെന്ന് തോന്നുന്നുള്ളൂ. We have to mean what we say. അത് ഗുഡ് മോർണിംഗ് പറയുക മാത്രമല്ല, അങ്ങനെ തന്നെ ആകണം. എല്ലാ മോർണിംഗും നല്ലത് തന്നെയാണ്. നാം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരുമാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഇല്ലാത്ത ആരെങ്കിലും ഒന്ന് പുതുതായിട്ട് വന്നിട്ടുണ്ടോ? ഉള്ളവരൊന്ന് കൈയ്യൊപ്പി. ഇന്നലെ ഇല്ലാത്തവരെ പകുതി ഏകദേശം അല്ലേ? നാട്ടിലിരിക്കുന്ന പലരും ഇന്നലെ ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ ആവർത്തിക്കുവാൻ, എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് സംക്ഷേപിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, റെപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ്. ആവർത്തനമാണ് വിദ്യയുടെ അല്ലെങ്കിൽ പഠനത്തിന്റെ മാതാവ്. അതുകൊണ്ട് നാം പഠിക്കുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നലെ ഉള്ളവരുടെ സഹായത്തോടുകൂടെ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്നവർ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നലെ നോട്ട്സൊക്കെ എഴുതിയെടുത്തവർ എത്ര പേർക്ക് രാത്രിയിൽ നോട്ട്സൊക്കെ വായിക്കാൻ സമയം കിട്ടി? ഇന്നലെയോ ഇന്നോ വായിക്കാൻ സമയം കിട്ടിയോ? പല സ്കൂളുകളിലൊക്കെ ഹോംവർക്കൊക്കെ ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്കൂളിലും അത് ചെയ്യാറില്ലല്ലേ? സ്കൂളിലെ ഉഴപ്പ് ഏതായാലും ഇവിടെ പാടില്ല. അതുകൊണ്ട് നാം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആവർത്തിച്ച് ഹൃദിസ്ഥമാക്കി വരണം. ഇതൊരു പഠന പരമ്പരയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകുകയില്ല. ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എത്രയും ലളിതമായിട്ട് പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആവർത്തിച്ചാണ് ഓരോ പുതിയ ക്ലാസ് വരുമ്പോഴും ഒന്ന് റിപ്പീറ്റ് ചെയ്തേ പോവുകയുള്ളൂ. അത് നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയാണ്. ശരി, എന്താണ് നമ്മുടെ വിഷയം? കുറച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ആനന്ദ വർണ്ണന അല്ലെങ്കിൽ അനുഗ്രഹ വർണ്ണന, ഇംഗ്ലീഷിൽ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. BATITUDES, ബിയാറ്റിറ്റ്യൂഡ്സ്, ആനന്ദ വർണ്ണന അല്ലെങ്കിൽ അനുഗ്രഹ വർണ്ണന. മലയാളത്തിൽ ചിലപ്പോഴൊക്കെ ഭാഗ്യ വർണ്ണന എന്ന് പറയാറുണ്ട്. കാരണം മത്തായി 5:3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഭാഗ്യവാന്മാർ എന്ന വാക്ക് ആവർത്തിച്ച് വരുന്നുണ്ട്. എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞു, ഭാഗ്യം എന്നുള്ളത് അത്ര ഉചിതമായ പദമല്ല. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് അപ്രതീക്ഷിതമായ ചില അനുഗ്രഹങ്ങളാണ്. എന്നാൽ അതല്ല ഇവിടെ പറയുന്നത്. ദൈവം തന്റെ ഹിതത്തിൽ വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആത്മീക സന്തോഷം, അതാണ് ഇവിടുത്തെ വിഷയം. ഇന്നലെ ഞാൻ ലോകം തരുന്ന സന്തോഷവും ആത്മീക ആനന്ദവും തമ്മിലുള്ള 3-4 വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു. അതൊന്ന് പെട്ടെന്ന് പറയാമോ? എന്താ തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഏതാണെന്നാ പറഞ്ഞത്? മക്കാറിയോസ്. അത് പെട്ടെന്ന് ഓർത്തിരിക്കുക, മക്കാറിയോസ്. അതിന്റെ അർത്ഥം ആത്മീക ആനന്ദം എന്നാണ്. ലോകം തരുന്ന സന്തോഷം, അതെ, എന്താ അതിന്റെ പ്രത്യേകത? അത് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ആത്മീക ആനന്ദം, ഇന്നലെ വരാത്തവർക്ക് വേണമെങ്കിൽ ഈ കമ്പാരിസണൊക്കെ ഒന്ന് കുറിച്ചെടുക്കാം. ആനന്ദ വർണ്ണന എന്ന് തലക്കെട്ട് കൊടുക്കാം. മത്തായി 5:3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ പഠന വിഷയം. ലോകം തരുന്ന സന്തോഷം അത് സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ആത്മീകാനന്ദം സാഹചര്യങ്ങൾക്ക് അതീതമാണ്. അതൊന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്, ലോകം തരുന്ന സന്തോഷം വസ്തുവകകളെ ആസ്പദമാക്കിയുള്ളതാണ്. ഈ മുമ്പിലിരിക്കുന്നവർ മാത്രം പറഞ്ഞാൽ പോരാ, അവിടെ സൈഡിലിരിക്കുന്നവരും കൂടെ ഉത്തരം പറയണം. എന്നാൽ ദൈവം തരുന്ന ആനന്ദം, ആത്മീകാനന്ദം, അത് വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പല ഭാഗത്തും നാം വായിക്കുന്നു, കർത്താവിൽ സന്തോഷിക്കുക, അല്ലെ? റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കണം. യേശുക്രിസ്തുവാണ് ആനന്ദത്തിന്റെ ഉറവിടം. യേശുക്രിസ്തുവിൽ നാം കണ്ടെത്തുന്ന സന്തോഷമാണ് യഥാർത്ഥ ആത്മീക ആനന്ദം. പിന്നെ ഏതാ പറഞ്ഞത്? മൂന്നാമത്, ലോകം തരുന്ന ടെമ്പററി ആണ്, അത് താൽക്കാലികമാണ്. ദൈവം തരുന്ന ആനന്ദം, ആത്മീക ആനന്ദം, ഇറ്റ് ഇസ് എറ്റേണൽ, അത് നിലനിൽക്കുന്നതാണ്, നിത്യമാണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞതാണെന്ന് ഓർമ്മ. നാലാമത് എന്താ പറഞ്ഞേ? ലോകം തരുന്ന ആൾക്കാർ. നാലാമത്തേത് ബാഹ്യമാണ്. ശരിയാ, ബാഹ്യം, എക്സ്റ്റേണൽ, ബാഹ്യമാണ്. മറ്റേത് ഇന്റേണൽ, ആന്തരികമാണ്. ഇങ്ങനെ 4 വ്യത്യാസങ്ങൾ നാം കണ്ടു.
ലോകം തരുന്ന സന്തോഷം പലപ്പോഴും താൽക്കാലികമാണ്. ഞാൻ ഇന്നലെ ഒരു ബഫൂണിന്റെ കഥ പറഞ്ഞല്ലേ, ഏറ്റവും പറഞ്ഞത് അതെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കും അല്ലേ, ഗ്രിമാൾഡി അല്ലേ. ഇനി വേറൊരു സംഭവം കൂടെ പറഞ്ഞ് ഞാനതൊന്ന് വിശദീകരിക്കാം. ഡെയിൽ കാൺഗി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡെയിൽ കാൺഗി? പുസ്തകങ്ങളൊന്നും വായിക്കുന്ന ദുശീലമൊന്നും ഇല്ല നിങ്ങൾക്ക്, അതുകൊണ്ട് ഇങ്ങനെയുള്ള പേരുകളൊന്നും കേൾക്കേണ്ട ഗതികേടും വരികയും. ഡെയിൽ കാൺഗി വളരെ പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഇന്നും മാർക്കറ്റിൽ ലഭ്യമാണ്. പുസ്തകങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഇദ്ദേഹം പ്രസിദ്ധമായ ഒരു പുസ്തകം 1960കളുടെ ആരംഭത്തിൽ എഴുതി, ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. എങ്ങനെ ആകുലചിന്ത അവസാനിപ്പിച്ച് ജീവിതം ആരംഭിക്കാം, അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാം. നല്ല പുസ്തകം, ഞാനും വായിച്ചിട്ടുണ്ട്. ഈ വലിയ പുസ്തകം എഴുതിയ മനുഷ്യൻ, ആ പുസ്തകം പലർക്കും പ്രയോജനപ്പെട്ടു. പക്ഷേ ഈ ഡെയിൽ കാൺഗി എന്ന് പറയുന്ന മനുഷ്യന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഈ മനുഷ്യൻ അവസാനം ആത്മഹത്യ ചെയ്തു. ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ ആത്മഹത്യ ചെയ്തു. വാസ്തവത്തിൽ ലോകം ഞെട്ടിപ്പോയി. കാരണം ആകുല ചിന്ത കൊണ്ട് വിഷമിച്ച് നിങ്ങളാരും ജീവിതം പാഴാക്കരുത്, ആത്മഹത്യ ചെയ്യരുതെന്ന് എഴുതി വെച്ച ഈ മനുഷ്യൻ ഒടുവിൽ ജീവിതം അവസാനിപ്പിച്ചു. എന്തായിരുന്നു കാരണം? തന്റെ ആത്മഹത്യയെക്കുറിപ്പിൽ താൻ പറഞ്ഞു, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് വറി. ആകുല ചിന്തയ്ക്കെതിരെ പുസ്തകം എഴുതിയ ആള് അവസാനം ആകുല ചിന്ത കൂടി ആത്മഹത്യ ചെയ്തു. പണ്ടിരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്, എവിടെ ഒരു ഡയറ്റീഷ്യന്റെ ജോലി എന്താ? ഡയറ്റീഷ്യൻ കോഴ്സിനൊക്കെ പോകുന്നവരുണ്ട് കാണല്ലേ? ഡയറ്റീഷ്യൻ കോഴ്സിന് പോകുന്നവരാണ് എല്ലാവർക്കും ഇന്ന് നല്ല പോഷകാഹാരമൊക്കെ കഴിക്കണമെന്ന് അഡ്വൈസ് ചെയ്യുന്നത്. ഒരു ഡയറ്റീഷ്യൻ ഒരിക്കലും മരിച്ചു. എന്താ? ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ന്യൂട്രീഷൻ. പോഷകാഹാര കുറവ് കൊണ്ട് ഒരു ഡയറ്റീഷ്യൻ മരിച്ചെന്ന് കേട്ടു എന്ന് പറഞ്ഞ പോലാണ് ഈ ആകുലചിന്തയ്ക്കെതിരെ പുസ്തകം എഴുതിയ ഡെയിൽ കാൺഗി അവസാനം ആകുലചിന്ത കൊണ്ട് ആത്മഹത്യ ചെയ്തു. എന്താണത് കാണിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആകുലചിന്തയ്ക്കെതിരെ പുസ്തകം എഴുതുന്ന അനേകരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആന്തരികമായ ആത്മീയ ആനന്ദം യേശുക്രിസ്തുവിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഡെയിൽ കാൺഗി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ലായിരുന്നു. അതുകൊണ്ടാണ് നല്ല നല്ല അനേക കാര്യങ്ങൾ എഴുതിയെങ്കിലും അവസാനം തന്റെ ജീവിതം താന് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു, അല്ലെ സ്വയം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, കർത്താവായ യേശുക്രിസ്തു ഇവിടെ ആനന്ദത്തിനുള്ള ഉപാധികൾ, യഥാർത്ഥമായ ആത്മീയ ആനന്ദം, അലൗകികമായ ആനന്ദം, സ്ഥിരമായ ആനന്ദം എങ്ങനെ നമുക്ക് ആസ്വദിക്കാം, അനുഭവിക്കാം എന്നുള്ളതിന്റെ രഹസ്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ശരി, മൂന്നാമത്തെ വാക്യമാണ് ഇന്നലെ നാം ഭാഗ്യമായി ചിന്തിച്ചത്. പൂർണ്ണമായിട്ട് ചിന്തിക്കാൻ പറ്റിയില്ല. അവിടെ നാം വായിക്കുന്നു, ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs is the kingdom of heaven. ഞാൻ പറഞ്ഞു, ഇത് ഒരു സാധാരണ പ്രസ്താവനയല്ല. മത്തായി 5:3 ഞാൻ ഉദ്ധരിച്ചത്. ഒരു വസ്തുതാ വിവരണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് ആയിട്ടല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ ആശയം അതുപോലെ മൂലഭാഷയിൽ നിന്ന് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്താൽ എങ്ങനെ തർജ്ജമ ചെയ്യാം? ഇതൊരു ആശ്ചര്യ പ്രസ്താവനയാണ്, എക്സ്ക്ലമേറ്ററി റിമാർക്കാണ്. ആത്മാവിൽ ദരിദ്രരായവരുടെ ആനന്ദം ആർക്ക് വർണ്ണിക്കാം? എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്ക് മാത്രമുള്ളത് എന്നാണ് കർത്താവ് പറഞ്ഞത്. മലയാളത്തിൽ ആ ആശയം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, ഇംഗ്ലീഷിലും അത് വന്നിട്ടില്ല. ആത്മാവിൽ ദരിദ്രരായവരുടെ ആനന്ദം അഥവാ അനുഗ്രഹം ആർക്ക് വർണ്ണിക്കാം? എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്ക് മാത്രം ഉള്ളത്. അങ്ങനെ ഒരു ആശ്ചര്യ പ്രസ്താവനയാണ്. കാരണം ഈ ആത്മീയ ആനന്ദത്തെക്കുറിച്ച് നാം ശരിയായി മനസ്സിലാക്കുമ്പോൾ ഈ നിലയിലുള്ള ഒരു ത്രിൽ, ഒരു ആവേശം, ഒരു ആശ്ചര്യം നമുക്കും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഇനി എന്താണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്? അതിന് വേദപുസ്തക അർത്ഥവും ഗ്രീക്ക് ഭാഷയിലെ ആ വാക്കിന്റെ അർത്ഥമല്ല ഞാൻ പറഞ്ഞു. അതിനോട് ചേർത്ത് എന്ത് പറയാൻ സാധിക്കും? ആരാണ് ദരിദ്രൻ? വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ആരാണ് ദരിദ്രൻ? സെഫന്യ 3:12 നാം കണ്ടതുപോലെ താഴ്മയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല, എന്റെ കൈവശം യാതൊന്നുമില്ല, ഞാൻ അശക്തനാണ്, അയോഗ്യനാണ്, ഇത് സമ്മതിച്ചേറ്റു പറഞ്ഞ് സ്വയത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണപ്പെടുന്നവനാണ് ആത്മാവിൽ ദരിദ്രൻ. ഈ ഒരു ആനന്ദ വർണ്ണനയ്ക്ക് അവിശ്വാസികളോടുള്ള ബന്ധത്തിലും വിശ്വാസികളോടുള്ള ബന്ധത്തിലും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു അവിശ്വാസി പാപമോചനത്തിനു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ അവനുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണത്. വാസ്തവത്തിൽ ആനന്ദ വർണ്ണനയിലെ 8 ആനന്ദ വർണ്ണനകളും 8 ശരിയായ മനോഭാവങ്ങളാണ്. ബിയാറ്റിറ്റ്യൂഡ്സ് ആർ ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് എ ക്രിസ്ത്യൻ എന്ന് പറയാറുണ്ട്.
അതുകൊണ്ട് ഒന്നാമത്തെ ശരിയായ മനോഭാവം, ഒരു പാപിക്ക് എങ്ങനെ ആ മനോഭാവം ഉണ്ടാകുന്നത് എന്നല്ല എനിക്ക് അത്രയും കൂടെ പറയാൻ സാധിക്കില്ല. എങ്ങനെ ഒരു പാപിക്ക് ഈ നിലയിലുള്ള മനോഭാവം ഉണ്ടാകുന്നത്? ഒരു പാപി ദൈവത്തെ കാണുമ്പോൾ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഔന്നത്യം, ഉയരം അത് മനസ്സിലാക്കുമ്പോൾ താൻ എന്തുകൂടെ മനസ്സിലാക്കും? തന്റെ പാപത്തിന്റെ ഗൗരവം, അതിന്റെ ആഴവും മനസ്സിലാക്കും. ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഉയരവും സ്വയം തന്റെ അശുദ്ധിയുടെ ആഴവും ഗ്രഹിക്കുമ്പോഴാണ് അവൻ ദൈവസന്നിധിയിൽ എന്ത് പറയും? ഒന്നും പറയാനില്ല, ഒന്നും അവകാശപ്പെടാനില്ല. ദൈവമേ, ഞാൻ തീർത്തും അയോഗ്യനാണ്, അശക്തനാണ്, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല, ഞാൻ സമ്പൂർണമായി അങ്ങയിൽ ശരണപ്പെടുന്നു, അങ്ങയിൽ ആശ്രയിക്കുന്നു. ആ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരണം. അങ്ങനെ വരുന്നവനാണ് വിശ്വാസത്താൽ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരു പാപിക്ക് ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ മനോഭാവമാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞത്. ഒരു പാപി തീർച്ചയായും പാപിയാണെന്ന് സമ്മതിക്കുമ്പോൾ ഈ മനോഭാവം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യമാണ് ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഞാൻ മറ്റൊരു ആശയം കൂടെ പറഞ്ഞു. ഇതിന്റെ മുൻ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേതാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? അപ്പൊ അന്നേരം കണ്ട് ഓർമ്മയായിരുന്നു. ടോക്കാസ്. ടോക്കാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം യാചകന്റെ ദാരിദ്ര്യമെന്നാണ്. യാചകന്റെ ദാരിദ്ര്യം. ഈ യാചകന്റെ ദാരിദ്ര്യം അല്ലെങ്കിൽ ഭിക്ഷക്കാരന്റെ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ആ വാക്ക് കേൾക്കുമ്പോൾ അത്രയും ആഴം ആ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മനോരമയിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഈ തിരുവനന്തപുരം പട്ടണത്തിലെ ഒരു സർവേ നടത്തിയിട്ട് പത്രക്കാരെഴുതി, ഈ ട്രിവാൻഡ്രം സിറ്റിയിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വന്ന അനേകം ഭിക്ഷക്കാരൻ, ഇവരൊക്കെ ഭിക്ഷക്കാരെന്ന് പേരുണ്ടെങ്കിലും ഇവരുടെയൊക്കെ കയ്യിൽ ധാരാളം പണവുമുണ്ട്. അവര് പത്രക്കാര് അവരോടെല്ലാം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ കയ്യിലെ പണമൊക്കെ എത്ര ഉണ്ടെന്ന് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, തിരുവനന്തപുരം പട്ടണത്തിൽ ഈ ഭിക്ഷക്കാർക്ക് ഒരു ദിവസം ശരാശരി ഒരു ഭിക്ഷക്കാരന് 350 രൂപയെങ്കിലും കിട്ടുന്നുണ്ട്. പദ്ധതി വന്ന വാർത്ത. ഒരു ഭിക്ഷക്കാരന് ഒരു ദിവസം 350 രൂപയെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു മാസം എത്ര ഉണ്ടോ നിങ്ങൾക്ക് കണക്കൂട്ടിയാൽ മതി. പക്ഷെ അവർ യാചകരായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ ഈ സംഭവം ഒരിക്കൽ തമിഴ്നാട്ടിലൊരു മീറ്റിംഗ് എന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് അവിടുത്തെ ചില സഹോദരന്മാർ ഒന്ന് പറഞ്ഞു, ഞങ്ങളും തിരുവനന്തപുരത്തോട്ട് വരികയാണ്. പറയാനുള്ള എന്നിട്ട് അവർ തമാശയായിട്ട് അതിനകത്തപ്പം കാര്യമാണ്. അവർ പറയുന്നത് തമിഴ്നാട്ടിൽ ഒരു ദിവസം കൂലിവേല ചെയ്താൽ 100 രൂപ പോലും കിട്ടുകയില്ല. ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് വെറുതെ ഭിക്ഷ എടുക്കുന്നതിന് 350 രൂപ ദിവസം കിട്ടുന്നുണ്ട്. പലരും ഇവിടുന്ന് മലയാളികൾ ഗൾഫിൽ പോകുന്ന പോലാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭിക്ഷക്കാരനോ യാചകർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ബൈബിളിൽ പറയുന്ന ആശയം ചിലപ്പോൾ നമുക്കൊന്ന് കിട്ടുകയില്ല. ഒരിക്കൽ മറ്റൊരു സംഭവം, ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരു സഹോദരൻ ഒരു സുവിശേഷൻ പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് വീടുകളിലൊക്കെ മിക്കവാറും ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ധാരാളം യാചകർ കടന്നു വരാറുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിലാണല്ലോ എല്ലാവരും വീട്ടിലുള്ളത്. ഒരു ദിവസം ഒരു മനുഷ്യൻ ഇങ്ങനെ വന്ന് നമ്മുടെ തന്നെ ഒരു സഹോദരന്റെ വീടിന്റെ ഗേറ്റിൽ വന്ന് കൊട്ടി. സാധാരണ ഒരു ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ച് ഇദ്ദേഹം ചെന്നു 2-3 രൂപ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ ഭിക്ഷക്കാരൻ വാങ്ങിച്ച് അവൻ പറഞ്ഞു, സാറേ, ഞാനൊരു സാധാരണ ഭിക്ഷക്കാരനല്ല, ഞാനൊരു ഡീസന്റ് ബെഗറാണെന്ന് പറഞ്ഞു. ഞാനിപ്പം ഡീസന്റ് ആയിട്ടുള്ളൊരു യാചകനാണ്, അതുകൊണ്ട് 10 രൂപയിൽ പറഞ്ഞ് സ്വീകരിക്കുകയില്ല എന്നും പറഞ്ഞു. ഇവിടെ ഉണ്ടോ ഈ ഡീസന്റ് ബെഗേഴ്സ്? അവർ ഡിമാൻഡ് ചെയ്യുകയാണ്, ഞാൻ ഡീസന്റ് ബെഗറാണ്, അതുകൊണ്ട് 10 രൂപയാണ് മിനിമം, അതിൽ പറഞ്ഞൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ കണ്ടിട്ടെങ്കിൽ ചോദിച്ചു, ഇത്ര ഡീസന്റ് ആണ്, പിന്നെ എന്തിനാ ഭിക്ഷ എടുക്കാൻ നടക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള ഡീസന്റ് ബെഗേഴ്സിന്റെ കാലഘട്ടം. എന്നാൽ ബൈബിളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടോക്കാസ് എന്ന വാക്കിന്റെ അർത്ഥം അതല്ല. ഒരു ഡീസന്റ് ബെഗറെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കല്ല. തനിക്ക് സ്വന്തമായിട്ട് യാതൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, ജോലി ചെയ്ത് പണം നേടാനുള്ള ആരോഗ്യവുമില്ല, സ്വന്തമായി കയ്യിൽ പണമില്ല, തന്നെ സഹായിക്കാൻ ബന്ധുമിത്രാദികളില്ല, അങ്ങനെ തീർത്തും നിസ്സഹായനായ ഒരു ദരിദ്രന്റെ അല്ലെങ്കിൽ യാചകന്റെ ദാരിദ്ര്യം വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ പദം തന്നെയാണ് മത്തായി 5:3 ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഒരുവൻ കടന്നു വരുമ്പോൾ ഈ യാചകന്റെ ദാരിദ്ര്യം ആത്മാവിൽ അനുഭവിച്ചു വേണം കടന്നു വരുവാൻ. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ യാതൊരു ക്ലെയിമും അവകാശവാദങ്ങളും ഉന്നയിക്കുവാൻ പാടില്ല. വിശ്വാസികൾ തീർച്ചയായിട്ടും മക്കളെന്നുള്ള അവകാശമുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പാപി കടന്നു വരുമ്പോൾ ആ യാതൊരു അവകാശവാദവുമില്ലാതെ ഞാൻ തീർത്തും നിസ്സഹായനാണ്, അയോഗ്യനാണ്, അപ്രാപ്തനാണ്, അത് സമ്മതിച്ചേറ്റു പറഞ്ഞ് കടന്നു വരിക. അങ്ങനെയുള്ളവരാണ് ആത്മാവിൽ ദരിദ്രർ എന്നാണ് നാം കണ്ടത്. ശരി, അങ്ങനെയുള്ളവർക്ക് ദൈവം എന്താ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്.
എന്താണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്? ആ ദൈവത്തിന്റെ ഭരണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. The government of God, the kingdom of God is the government of God, the rule of God. ദൈവിക ഭരണം നടക്കുന്ന എല്ലാ ജീവിതവും ദൈവരാജ്യമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് 1:6 നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഭാവത്തോടെ യാചകനാണെന്ന് സമ്മതിച്ച് വരുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. മറ്റു നിലയിൽ പറഞ്ഞാൽ blessed are the beggars, for they are the kings എന്നാണ് കർത്താവ് പറഞ്ഞത്. യാചകന്മാർ ഭാഗ്യവാന്മാർ, ദരിദ്രർ ഭാഗ്യവാന്മാർ, കാരണം അവരെ രാജാക്കന്മാരാക്കും, അല്ലെ രാജത്വം അവർക്കുള്ളത് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇത് വലിയ സന്തോഷത്തിന്റെ കാരണമാണ്. അങ്ങനെയുള്ളവർ അനുഗ്രഹീതർ, സന്തോഷപൂർണ്ണർ. എന്താണ് സന്തോഷത്തിന്റെ രഹസ്യം? ലൂക്കോസ് 10:21 കർത്താവിനെ പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, പിന്നെ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ തന്നെ സന്തോഷിക്കും. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, പലപ്പോഴും നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടെന്നുള്ളത് നമുക്കൊന്നും വലിയ സന്തോഷ വിഷയമായിട്ട് ഇരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സന്തോഷമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ ത്രില്ല് നഷ്ടപ്പെട്ടു പോയി. ഈ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടന്റ്. അതിപരിചയം അവജ്ഞ ഉളവാക്കും. ചില കാര്യങ്ങൾ ഓവർ ഫെമിലിയർ ആകുമ്പോൾ, കൂടുതൽ പരിചയമാകുമ്പോൾ അതിനോടുള്ള താല്പര്യവും അതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകാറുണ്ട്. ഇപ്പൊ നമുക്ക് വാസ്തവത്തിൽ നമുക്ക് സന്തോഷം തരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? സന്തോഷം ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ള റിസൾട്ട് അറിയുമ്പോൾ സന്തോഷം എല്ലാവർക്കും അല്ല. നല്ല സന്തോഷത്തിന്റെ വസ്തുതയാണ്. ഞാൻ ഈ ബന്ധത്തിൽ അത്ര ശരിയായില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി, മറുവശം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചരിത്ര സംഭവം പറയാം. ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന രാജാവ് മൈസൂറിൽ രാജാവായിട്ട് ഭരിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഇദ്ദേഹത്തെ കുറിച്ച് ഒരു കഥ, സംഭവത്തെ പറയുന്നത്, ഈ ഒരിക്കൽ മൈസൂർ രാജ്യത്ത്, അന്നത്തെ ഇന്ന് മൈസൂർ രാജ്യമല്ല, എന്തോ ഒരു ബാധയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മാരക രോഗം പടർന്നു പിടിച്ചു. പണ്ട് നമുക്ക് ഈ ഡെങ്കിപ്പനിയൊക്കെ പിടിച്ചതുപോലെ ആളുകളെല്ലാം കൂട്ടത്തോടെ രോഗികളാകാനും മരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അക്കാലത്ത് പഴയകാലമാണ്, അവിടെ ഉണ്ടായിരുന്ന കുറെ ബ്രാഹ്മണ പൂജാരിമാർ, ടിപ്പു സുൽത്താൻ മുസ്ലിം രാജാവാണ്, ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പൂജാരിമാർ പറഞ്ഞു, പ്രഭു, ഇങ്ങനെ കൂട്ടത്തോടെ ആളുകൾ മരിക്കാനൊരു കാരണമുണ്ട്. ഇപ്പോൾ ഈശ്വര കോപം ഈ രാജ്യത്ത് ഉണ്ടായിരിക്കുക, ഈശ്വര കോപം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ രാജാവ് എന്ത് ചെയ്യണം? അതിന് എന്തെങ്കിലും ഒരു പരിഹാരക്രിയ ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇവര് പറഞ്ഞു, 100 ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കും. 100 ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിച്ചാൽ ദൈവം പ്രസാദിക്കും. ഈ ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഇവർ സാധാരണ പറയുന്ന ഒരു ടെക്നിക്കാണ്. എങ്ങനെ ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കുന്ന അറിയാമോ? അവർക്ക് നല്ല ശാപ്പാട് കൊടുക്കണം. ശാപ്പാട് കിട്ടുമ്പോൾ മാത്രമേ ബ്രാഹ്മണന്മാർക്ക് സന്തോഷം. അങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ട്, പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു 100 ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കണം രാജാവ്. അങ്ങനായാൽ ഈ ബാധയൊക്കെ മാറിപ്പോകുമെന്ന് പറഞ്ഞു. ഈ ടിപ്പു സുൽത്താനേക്കാട്ടി ബുദ്ധിമാൻ, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ സന്തോഷിപ്പിക്കാം, അത് കഴിയുമ്പോൾ ബാധ മാറുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എവരങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എവരുടെ പുറകെ തന്റെ പട്ടാളക്കാരെ വിട്ടിട്ട് പറഞ്ഞു, ഈ വന്നവരെ ഒരു ടീമായിട്ടാണ് വന്നത്, എവരുടെ കുടുംബാംഗങ്ങളെ 100 പേരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല. ശാപ്പാട് മുഖിക്ക് പോയതാണ്. അസലും ജയിലിൽ അടയ്ക്കുക മാത്രമല്ല, എന്നിട്ട് പറഞ്ഞു, 3-ാം ദിവസം ഞാൻ നിങ്ങളെല്ലാം തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല. സന്തോഷം അന്വേഷിച്ച് രാജാവിന്റെ ചെന്നതാ. രാജാവ് പറഞ്ഞു, 3-ാം ദിവസം നിങ്ങളെല്ലാം തൂക്കിക്കൊല്ലാൻ പോവുക. പിന്നെ തിരുവായ്ക്ക് എതിർവായിട്ടെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, പഴയകാലത്ത് രാജാവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ പിന്നെ സമരം ചെയ്യാനും ഹർത്താൽ നടത്താനൊന്നും പറ്റുകയില്ല. പറഞ്ഞാൽ പറഞ്ഞതാ. ഇവരാപ്പാടെ വിഷമിച്ചു. വെറുതെ ചെന്നല്ലേ, അല്ലെ, വടി കൊടുത്ത് അടി വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇവർ വെറുതെ രാജാവിനെ കയറി അങ്ങോട്ട് പറഞ്ഞതാ, 100 ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കണം. അപ്പോൾ 3 ദിവസം ഇവരെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മരണത്തിന് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 3-ാം ദിവസം രാവിലെ ഈ രാജാവിന്റെ പട്ടാളക്കാർ വന്ന് ഈ ജയിലിന്റെ വാതിലൊക്കെ തുറന്നു. ഇവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെ അവർ നിൽക്കുമ്പോൾ രാജാവ് എന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് എന്തുണ്ടായി? സന്തോഷമുണ്ടായി. അപ്പൊ അതേ പറഞ്ഞു, ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചു, അല്ലേ? ഒരു ചെലവുമില്ലാതെ ശാപ്പാട് കൊടുക്കാതെ സന്തോഷിപ്പിച്ചു. പക്ഷെ വലിയ സന്തോഷമല്ല, ശാപ്പാട് അടിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം. എന്താ കാരണം? മരണം പ്രതീക്ഷിച്ചു നിന്നവർ, കൊലക്കേർ പ്രതീക്ഷിച്ചു നിന്നവർക്ക് ജീവൻ കിട്ടിയാൽ അത് വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി നമ്മുടെ കാര്യം എടുക്കാം. കർത്താവ് പറഞ്ഞ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നത് സന്തോഷിക്കണം. എന്താ അത് സന്തോഷത്തിന്റെ രഹസ്യമായിട്ട് ഇരിക്കുന്നത്?
സ്വർഗത്തിൽ നമ്മുടെ പേരില്ലെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കേണ്ടത്? പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാൽ നിത്യനരകമാണ്. അപ്പോൾ നിത്യനരകത്തിന് ശിക്ഷിക്കപ്പെട്ടവർ, സാത്താന്റെ അടിമകളായിരുന്നവർ, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിത്യസ്വർഗം കിട്ടിയാൽ അതിനേക്കാൾ വലിയ ഒരു സന്തോഷം ജീവിതത്തിൽ വേറെയില്ല. നാം പലപ്പോഴും ഈ നരകത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് സ്വർഗം കിട്ടിയതിലുള്ള സന്തോഷം ഇല്ലാതെ പോകുന്നത്. അപ്പം മനസ്സിലായോ? വില്യം ബൂത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിശ്വാസികളെയും ദൈവം ഒരു പിക്നിക്കിന് അയച്ചെങ്കിൽ കൊള്ളായിരുന്നു. എങ്ങോട്ടാ പിക്നിക്ക്? വീഗാലാൻഡിലോട്ടൊന്നുമല്ല. എല്ലാ വിശ്വാസികളും ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ച് ഈ നരകത്തിലോട്ടൊരു പിക്നിക്കിന് അയച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെ ചെന്ന് ഒരു ദിവസമൊന്നും വേണ്ട, 1 മണിക്കൂർ ഈ നരകത്തിന്റെ മുമ്പില് അല്ല നരകത്തിന്റെ മുകളിൽ വിശ്വാസികളൊന്ന് തൂക്കിയിട്ട് ഈ നരകം ഒന്ന് കാണും, എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഈ വിശ്വാസികളുടെ അലസതയും ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ലായ്മ എല്ലാം മാറുകയാണ്. അത് വലിയ അർത്ഥമാണ്. അതുകൊണ്ട് ഞാൻ ലൂക്കോസ് 10:21 വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നു എന്നുള്ളത് നാം അതിന്റെ ശരിയായ അർത്ഥവും അതിന്റെ പശ്ചാത്തലവും മനസ്സിലാക്കുമ്പോൾ അത് വലിയ ആനന്ദത്തിന്റെ വിഷയം തന്നെയാണ്. നാം രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മുടെ നിത്യനരകം മാറിപ്പോയി. അത് നാം ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് നാം തന്നെ സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്. സമയം മുന്നോട്ട് പോകുന്നു. ഞാൻ ആ ഭാഗം അവിടെ വിട്ടിട്ട് അതിന്റെ തന്നെ 2ാം ഭാഗത്തേക്ക് വരാം. ഞാൻ പറഞ്ഞു, ഈ വാക്യത്തിന് വിശ്വാസികളോടുള്ള ബന്ധത്തിലും പ്രാധാന്യമുണ്ട്. എന്താ വിശ്വാസികളോടുള്ള ബന്ധത്തിലുള്ള ഇതിന്റെ പ്രാധാന്യം? ആനന്ദ വർണ്ണനയിൽ പറയുന്ന ആദ്യത്തെ വാക്യങ്ങളെല്ലാം, ആദ്യത്തെ ഭാഗമെല്ലാം അത് മനോഭാവമാണ്. ഒരു വിശ്വാസി വളർത്തിയെടുക്കേണ്ട, പരിപോഷിപ്പിക്കേണ്ട റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ശരിയായ മനോഭാവമാണ്. അപ്പോൾ ആത്മാവിൽ ദരിദ്രനാകുക എന്ന് പറയുന്നത് ആ മനോഭാവം ഒരു ഭാവി രക്ഷയ്ക്കു വേണ്ടി ക്രിസ്തുവിൽ വരുമ്പോൾ മാത്രം പ്രദർശിപ്പിക്കേണ്ട മനോഭാവമല്ല, പിന്നെ അത് തുടർമാനമായ ഒരനുഭവമായിരിക്കണം. ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ നിലനിർത്തേണ്ട മനോഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിൽ യാചകന്റെ ദാരിദ്ര്യം എപ്പോഴും അനുഭവിക്കുന്നവരായിട്ട് വേണം നാം ഒക്കെ ജീവിക്കുവാൻ. വാസ്തവത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം, ദരിദ്രരായവർ എന്നുള്ള പദം, അത് മൂലഭാഷയിൽ പ്രസന്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. വർത്തമാനകാല ക്രിയ. എന്താ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. വർത്തമാനകാല ഒരു തുടർക്രിയയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ ദരിദ്രരായി തുടരുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് തർജ്ജമ ചെയ്യുന്നത്. ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം ഉണ്ടായി അവസാനിക്കേണ്ട സംഭവമല്ല, പിന്നെ ഇറ്റ് ഇസ് എ പ്രോസസ്, ഇറ്റ് ഇസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. അത് തുടർമാനമായ അനുഭവമായിരിക്കണം. ആത്മാവിൽ ദരിദ്രരായി തുടരുന്നവർ ആനന്ദപൂർണ്ണർ. അത് നാം മനസ്സിലാക്കണം. ഇനി വിശ്വാസിയെ സംബന്ധിച്ച് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത തലക്കെട്ടായിട്ട് നിങ്ങൾ അത് എഴുതിക്കോ. വിശ്വാസിയെ സംബന്ധിച്ച് ആത്മാവിലുള്ള ദാരിദ്ര്യം ഫിലിപ്പിയർ 3:3 അതിന്റെ ഒരു സൂചനയുണ്ട്. ആത്മാവിലുള്ള ദരിദ്രം എന്ന വാക്ക് വരുന്നില്ലെങ്കിൽ ആശയം വരുന്നുണ്ട്. ഫിലിപ്പിയർ 3:3 ഒന്ന് വായിക്കാം. എന്താ പൗലോസ് പറയുന്നത്? അവസാന ഭാഗം ശ്രദ്ധിക്കണം. ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും പിന്നെ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഒരു നാണയത്തിന്റെ 2 വശം പോലെ 2 കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ പ്രശംസ എവിടെയാണ്? എവിടെ പ്രശംസ? അതെപ്പോഴും ക്രിസ്തു യേശുവിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ നാം നമ്മിൽ തന്നെ പ്രശംസിക്കരുത്, ജഡത്തിൽ പ്രശംസിക്കരുത്. ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുക, ക്രിസ്തുവേശുവിൽ ആശ്രയിക്കുക. മറുവശം ജഡത്തിൽ അഥവാ സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുക. അങ്ങനെയുള്ള നാമാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് പൗലോസ് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതകാലം മുഴുവൻ തുടർമാനമായി ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്? സ്വയത്തിലുള്ള നിരാശ്രയത്വം. ഫിലിപ്പിയർ 3:3 ഇപ്പോൾ വായിച്ചത്. ഞാൻ വാക്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും ഒന്ന് കുറിക്കുകയും ചെയ്യണം. പിന്നെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ജഡത്തിൽ സ്വയത്തിലുള്ള നിരാശ്രയത്വവും ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയവും. സ്വയത്തിലുള്ള നിരാശ്രയത്വം, സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുക. നോട്ട് ഡിപ്പെൻഡിങ് ഓൺ മൈ ഓൺ സെൽഫ് ബട്ട് ഡിപ്പെൻഡിങ് ഓൾവേസ് ഓൺ ഗോഡ്. ദൈവത്തിൽ എപ്പോഴും സമ്പൂർണമായി ആശ്രയിക്കുക. ഈ ഒരു അവസ്ഥയ്ക്കാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് പൗലോസ് ജീവിച്ചത്. നാമും ആ നിലയിൽ ജീവിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കും.
ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം വെളിവാക്കിയ അനേകരുടെ ജീവിതം പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്നുള്ള പ്രയോഗം പുതിയ നിയമത്തിലേ വരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു അനുഭവം, ഈ ഒരു അവസ്ഥ ഉള്ളവരായിരുന്നു വേദപുസ്തകത്തിൽ ദൈവം ഉപയോഗിച്ച എല്ലാ മനുഷ്യരും. ദൈവം ആരെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ അനുഭവമുള്ളവരായിരുന്നു. ഇനി ചിലർ ഈ അനുഭവത്തിൽ ഇല്ലാത്തവരെ എന്ത് ചെയ്തു? ദൈവം ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അവരെ ഉപയോഗിച്ചത്. അതാണ് ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. ഒരു തകർച്ചയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന് ഞാൻ ആരുമല്ല ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ച് അങ്ങയുടെ പാദപീഠത്തിങ്കിൽ വരുന്നു, ഇത് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചതിന് ശേഷമാണ് ദൈവം ആളുകളെ ഉപയോഗിച്ചത്. ചിലർക്കത് സ്വാഭാവികമായിട്ട് അത് കിട്ടി, മറ്റു ചിലർക്ക് ചില വർഷങ്ങളുടെ പരിശീലനം കൊണ്ടാണ് അങ്ങനത്തെ അനുഭവത്തിൽ വന്നത്. ഞാൻ ചില ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ പറഞ്ഞു പോകാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. എന്താണ് വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ആത്മാവിൽ ദരിദ്രനാകാന്ന് പറഞ്ഞാൽ വേദപുസ്തകം അർത്ഥമാക്കുന്നത്? അബ്രഹാമിന്റെ ചരിത്രം തന്നെ ഉദാഹരണമായിട്ട് ആദ്യം എടുക്കാം. ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞു പോകാം, വായിക്കണമെന്നില്ല, കുറിച്ചാൽ മതി. നമുക്കറിയാം ഉൽപ്പത്തി 12:3 അനുസരിച്ച് 75 വയസ്സുള്ളപ്പോഴാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അന്ന് തനിക്ക് 75 വയസ്സുണ്ട്. വിളിച്ചധികം കഴിയുന്നതിന് മുമ്പ് ദൈവം ഒരു വാഗ്ദാനം അബ്രഹാമിന് കൊടുത്തു. ഉൽപ്പത്തി 15 നാം അത് വായിക്കുന്നുണ്ട്. 15:6 വായിക്കുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അവനത് നീതിയായി കണക്കിട്ടു. എന്ത് വിശ്വസിച്ച കാര്യമാണ് പറയുന്നത്? എന്താ ദൈവം കൊടുത്ത വാഗ്ദാനം? നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയുമാക്കും എന്ന് പറഞ്ഞാൽ മക്കളില്ലാതിരുന്ന അബ്രഹാമിന് ഒരു മകൻ ജനിക്കുമെന്നുള്ളൊരു വാഗ്ദാനം ദൈവം കൊടുത്തു. ആ വാഗ്ദാനം കൊടുത്തപ്പോൾ അബ്രഹാം അവിശ്വസിച്ചില്ല. അബ്രഹാം ആ സമയത്ത് വളരെ സീരിയസ് ആയിട്ട് അത് കേട്ടുകൊണ്ടിരുന്നു. അബ്രഹാം അത് വിശ്വസിച്ചു എന്ന് ബൈബിൾ വായിക്കുന്നു. എന്നാൽ ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും പിൽക്കാല ചരിത്രം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ 75 വയസ്സുള്ള അബ്രഹാം അത് വിശ്വസിച്ചു എങ്കിലും തന്റെ ഉള്ളിൽ അല്പം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, സ്വയത്തിലുള്ള ആശ്രയം ഉണ്ടായിരുന്നു. അതെങ്ങനെ അറിയാം? 99-ാം വയസ്സിൽ ഉൽപ്പത്തി 17:17 കുറിക്കുക. ഉൽപ്പത്തി 17:17 നാം വായിക്കുന്നത് 17-ാം അധ്യായത്തിൽ 17:1 നാം വായിക്കുന്നു, അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ ദൈവം വീണ്ടും പ്രത്യക്ഷനായി. അന്ന് ഈ വാഗ്ദാനം ആവർത്തിക്കുന്നുണ്ട്, വളരെ വിശദമായി അത് ആവർത്തിക്കുന്നു. അത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താ? അബ്രഹാമിന്റെ പ്രതികരണം എന്താ? അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. നോക്കുക, 75-ാം വയസ്സിൽ ദൈവം നിനക്കൊരു മകനുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ചിരിച്ചില്ല. അബ്രഹാം വളരെ സീരിയസ് ആയിട്ട് കേട്ടുകൊണ്ട് നിന്ന് വിശ്വാസമുണ്ട്. എന്നാൽ ഒരു പക്ഷെങ്കിൽ അബ്രഹാം മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചത്? ബൈബിൾ എഴുതിയിട്ടില്ല, ന്യായമായ ഊഹം ഞാൻ പറയുക. എന്തായിരിക്കും ചിന്തിച്ചത്? ദൈവവും ഞാനും കൂടെ വിചാരിച്ചാൽ പലതും നടക്കും, അല്ലേ? ദൈവവും ഞാനും കൂടെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഞാനും ദൈവം കൂടെ വിചാരിച്ചാൽ പലതും നടക്കും. അതുകൊണ്ടാണ് ചിരിക്കാതിരിക്കുന്നത്. എന്നാൽ 99 വയസ്സായപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങളൊന്ന് പറഞ്ഞു, എന്ത് മനസ്സിലായി? ഇപ്പം ഞാൻ വിചാരിച്ചാൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചുക്കും നടക്കുകയില്ലല്ലേ? ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ യാതൊന്നും നടക്കുകയില്ല, ദൈവം വിചാരിച്ചെങ്കിലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ കവിണ് വീണ് ചിരിച്ചത്. സാറായി തിരിച്ചായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷെ അത് അവിശ്വാസമായിട്ട് ദൈവം പരിഗണിച്ചില്ല. റോമർ 4:19 അനുസരിച്ച് അബ്രഹാമിന്റെ വിശ്വാസത്തെ അവിടെയും പ്രശംസിച്ച് പറയുന്നുണ്ട്. വിശ്വാസമുണ്ട്, പക്ഷേ തന്റെ സ്വയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. തന്നിൽ തന്നെയുള്ള ആ വിശ്വാസവും ആശ്രയവും സമ്പൂർണമായി നഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു പക്ഷെങ്കിൽ ഇതിനു വേണ്ടിയാണ് ഏതാണ്ട് 25 വർഷങ്ങൾ ദൈവം കാത്തിരുന്നത്. 75-ാം വയസ്സിൽ വാഗ്ദാനം കൊടുത്തപ്പോൾ വേണമെങ്കിൽ പിറ്റേ വർഷം തന്നെ ഇസ്ഹാക്ക് ജനിക്കാമായിരുന്നു. എന്നാൽ ദൈവം അന്ന് അത്ഭുതം പ്രവർത്തിച്ചില്ല. അബ്രഹാം ഇതിനു വേണ്ടി കാത്തു. എന്തിനു വേണ്ടിയാ? അബ്രഹാമിനെ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ ഒന്ന് വാർത്തെടുക്കുവാൻ, ഒരുക്കിയെടുക്കുവാൻ വേണ്ടി ദൈവം കാത്തിരുന്നതാണ്. 99 വയസ്സായപ്പോൾ അബ്രഹാമിന് സ്വയത്തിലുള്ള ആശ്രയം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. താൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതിനായി വിശ്വാസികളുടെ പിതാവായി മാറുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ വരും, സാറ നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദൈവം ഉപയോഗിച്ചിട്ടുള്ള മനുഷ്യരെല്ലാവരും ഒന്നുകിൽ അവർ ഈ ഒരു മനോഭാവത്തോടെ കടന്നു വരണം, അല്ലെങ്കിൽ ദൈവം അവരിൽ പ്രവർത്തിച്ച് ചില പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ കടത്തിവിട്ട് അവരെ പകർച്ചയുടെ അനുഭവത്തിൽ, ആത്മാവിൽ യാചകന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മാനുഷിക പ്രവർത്തനങ്ങളുടെ അന്തമാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരം. മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നത്. ഇതാണ് അബ്രഹാമിന്റെ കാര്യത്തിൽ സംഭവിച്ചത്.
മറ്റൊരു ഉദാഹരണം, യാക്കോബിന്റെ ഉദാഹരണം. അത് ഞാൻ പറഞ്ഞു പോകേണ്ട ആവശ്യമേ ഉള്ളൂ. ഉൽപ്പത്തി 32 24 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. അവിടെ യാക്കോബ് ഈ ഒരു അവസ്ഥയിൽ വന്നു. യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാം അല്ലെ? യാക്കോബ് എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? ഉപായി, സൂത്രക്കാരൻ. പേര് പോലെ തന്നെ ആയിരുന്നു യാക്കോബ്. യാക്കോബ് അപ്പനെയും സഹോദരനെയും ഒക്കെ കളിപ്പിച്ച് ലാബാന്റെ അടുക്കൽ ഓടിപ്പോയതാണ്. എന്നാൽ ഈ യാക്കോബിനെ കുറിച്ച് യാക്കോബിനെ അനുഗ്രഹിക്കാമെന്ന് ദൈവം ജനനത്തിന് മുമ്പെയൊക്കെ വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ യാക്കോബ് അമ്മയുടെ ഉപദേശമൊക്കെ കേട്ട് കുറുക്കു വഴിയിൽ കൂടെ അനുഗ്രഹം അല്ലെങ്കിൽ ആനന്ദം തേടാൻ ശ്രമിക്കുകയാണ്. അത് പരാജയമായിരുന്നു. എന്നാൽ ഈ യാക്കോബിനെ ശരിയായ ആത്മീയ തകർച്ചയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവം എന്താ ചെയ്തത്? ഈ ലാബാന്റെ വീട്ടിൽ പോയി 20 വർഷം കഴിഞ്ഞത് വാസ്തവത്തിൽ അത് യാക്കോബിനെ ശരിയായി ഒന്ന് ഉടച്ച് തകർത്ത് വാർത്തെടുക്കുവാനുള്ള പരിശീലന കളരിയായി അല്ലെ? ഒരിക്കൽ യാക്കോബ് തന്നെ ലാബാനോട് പറയുന്നത്, നീ എന്നെ എത്ര പ്രാവശ്യം കളിപ്പിച്ചെന്നാ പറയുന്നത്? 10 പ്രാവശ്യം കളിപ്പിച്ചു. അതൊരു ശൈലിയാണ്. എങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കളിപ്പീര് ശാസ്ത്രത്തിൽ PhD എടുത്ത വ്യക്തിയാണ് യാക്കോബ്. ഈ യാക്കോബിനെ ആർക്കെങ്കിലും കളിപ്പിക്കാൻ പറ്റും? എന്നാൽ യാക്കോബ് പറയുകയാണ് ലാബാനോട്, നീ എന്നെ 10 പ്രാവശ്യം കളിപ്പിച്ചു. ശരിക്കും യാക്കോബിന്റെ അമ്മാച്ചൻ തന്നെ ആയിരുന്നു ലാബാൻ. ലാബാന്റെ കയ്യിൽ ചെന്ന് പല പ്രാവശ്യം കളിപ്പിക്കപ്പെട്ടു. അങ്ങനെ താൻ കൂടുതൽ വിനയമുള്ളവനായി തീർന്നു. അവിടെയും തീരുന്നില്ല. ഉൽപ്പത്തി 32 നാം വായിക്കുന്നത് ആ യബ്ബോക്ക് കടവിന്റെ തീരത്ത് ആ ദൈവദൂതനുമായിട്ടുള്ളൊരു മൽപിടുത്തമാണ്. അവിടെയും എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്നൊക്കെ പറഞ്ഞ് യാക്കോബ് കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്, മൽപിടുത്തമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്താണ് ദൈവത്തിന് അനുഗ്രഹിക്കുന്ന തടസ്സം? യാക്കോബ് ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ് അവനെ അനുഗ്രഹിക്കാമെന്ന്. ഇതെന്താ തടസ്സം? തടസ്സം ചിലതൊക്കെ ഉണ്ടല്ലേ. അത് നമ്മൾ ആ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. അവിടെ നമ്മൾ വായിക്കുന്ന 25 വാക്യത്തിലാണെന്ന് തോന്നുന്നില്ല, അവിടെ നാം വായിക്കുന്നുണ്ട് ദൈവം അവന്റെ തുടയുടെ ആ തടമൊക്കെ തൊട്ടു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയായി തുടയുടെ തടമൊക്കെ തൊട്ടത്? ശരീരത്തിൽ വേറെ ഒരു സ്ഥലവുമില്ല. എന്തിനു വേണ്ടി കൃത്യം അവിടെ തന്നെ ദൈവം അവനെ തൊട്ടത്? അതിന്റെ കാരണം നമുക്കറിയാം അല്ലേ? തുടയസ്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. എന്തിനാ അവിടെ തന്നെ തൊട്ടത്? യാക്കോബ് ഇപ്പോൾ എന്താ പ്ലാൻ ചെയ്യുന്നത്? യാക്കോബിന്റെ പഴയകാല ചരിത്രം നോക്കിയാൽ താൻ ആളുകളെ കളിപ്പിക്കും, പിന്നെ ഓടി രക്ഷപ്പെടും. PT ഉഷയേക്കാൾ വലിയ ഓട്ടക്കാരനാണ് യാക്കോബ്. താൻ ആളുകളെ കളിപ്പിക്കുക, ഓടുക, പിന്നെയും കളിപ്പിക്കുക, ഓടി രക്ഷപ്പെടും. ഇതായിരുന്നു തന്റെ പരിപാടി. ഇപ്പോഴും എന്താ പരിപാടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? താനിപ്പോ ഏശാവ് തന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവിടെയും ഏശാവ് തന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ എന്തെങ്കിലും ആക്രമിക്കാൻ ഭാവിച്ചാൽ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടണം. അതിനുവേണ്ടിയാ തനിക്ക് ഇഷ്ടമില്ലാത്ത ഭാര്യ മക്കളെയൊക്കെ ആദ്യം വിട്ടു, ഇഷ്ടമുള്ള ഭാര്യ മക്കളെയും രണ്ടാമതൊക്കെ വിട്ട് ഇദ്ദേഹം ഏറ്റവും അവസാനമാണ് ആ ജാഥയുടെ ഒടുവിലാണ് നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാ? എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുക. അപ്പോഴാണ് ദൈവദൂതൻ അവന്റെ തുടയുടെ തടത്ത് തൊടുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ യാക്കോബിന് ഓടി രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇത്രയും നാൾ തന്റെ ശക്തിയുടെ സ്രോതസ്, ദിസ് ഈസ് മൈ സ്ട്രോങ് പോയിന്റ് എന്ന് അവൻ കരുതിയ ആ കൃത്യം പോയിന്റിലാണ് ദൈവം കയറി സ്പർശിച്ചത്. അവന്റെ തകർച്ചയുടെ ആരംഭമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം ഇങ്ങനെ നമ്മളെ സ്പർശിക്കുന്ന ചില സമയങ്ങളുണ്ട്. അക്ഷരീകമായി നമ്മുടെ ദേഹത്ത് തൊടാൻ നിർബന്ധമില്ല. പക്ഷേ നാം ചില കാര്യങ്ങളിലൊക്കെ ആശ്രയിക്കാറുണ്ട്. എന്റെ വിദ്യാഭ്യാസം, എന്റെ പണം, എന്റെ സൗന്ദര്യം, എന്റെ കുടുംബ മഹിമ, നാം ഏതൊക്കെ സ്ട്രോങ് പോയിന്റ് എന്ന് വിചാരിക്കുന്നു അവിടെയാണ് ദൈവം കയറി പിടിക്കുന്നത്. യാക്കോബിനെ പിടിച്ചു. തീർന്നില്ല. യാക്കോബ് പറയുന്നത് എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. അപ്പോൾ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നിന്റെ അറിയാവുന്ന എടുത്തു വായിപ്പിക്കാത്ത നിന്റെ പേരെന്തെന്ന് ചോദിക്കുന്നു. തുടയുടെ തടം തൊട്ടത് കൊണ്ട് മാത്രം തകർച്ച പൂർണ്ണമായില്ല, ഇനി അല്പം കൂടെ ശരിയാകാനുണ്ട്. നിന്റെ പേർ എന്തെന്ന് ചോദിച്ചു. പേരെന്താന്ന് പറഞ്ഞേ? യാക്കോബ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പേര് ചോദിച്ചത്? ദൈവത്തിന് പേരറിയുകയില്ലേ? ദൈവത്തിന് നമ്മുടെ എല്ലാം പേരറിയാം. പിന്നെ എന്തിനാ യാക്കോബിനോട് ഈ പേര് ചോദിച്ചത്? അതിനും കാരണമുണ്ടല്ലേ. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾ പേര് ചോദിച്ചതാ. ആരാ ചോദിച്ചത്? ഇസ്ഹാക്ക് ചോദിച്ചു, മകനെ നീ ആരാണ്? അപ്പോഴെന്താ പറഞ്ഞത്? ഞാൻ യാക്കോബ്, ഐ ആം മിസ്റ്റർ ഈസോ എന്നൊക്കെ കോളറൊക്കെ പിടിച്ച് പറഞ്ഞതാണ്. ഞാൻ ഏശാവാണെന്നൊക്കെ പറഞ്ഞ് അപ്പനെ കളിപ്പിച്ചു പോയതാ. കണ്ണു കാണാൻ വയ്യാതിരിക്കുന്ന അപ്പനെ കളിപ്പിച്ചു പോയ വ്യക്തിയാണ്. ദൈവം അത് മറന്നിട്ടില്ല. ഒരു ഫൗള് കാണിച്ചാണ് അവൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ എവിടെ ഫൗള് കാണിച്ചോ അവിടെ തന്നെ കളി തുടരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അവൻ സമ്മതിക്കണം, ഞാൻ ഏശാവല്ല, ഞാൻ കളിപ്പീരുകാരനാണ്, ഞാൻ ഉപായിയാണ്, സൂത്രക്കാരനാണ്, അതേ ഞാൻ യാക്കോബാണ്. അവന്റെ തുടയുടെ തടം തൊട്ടു യാക്കോബാണെന്ന് അവൻ സമ്മതിച്ചു. ഇത്രയുമായപ്പോൾ അവൻ വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രനായിട്ട് മാറി, ആത്മാവിൽ യാചകന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയായി മാറി. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്
ദൈവം അവനെ അനുഗ്രഹിച്ച് പറയുകയാണ്, ഇന്നു മുതൽ നീ യാക്കോബല്ല ഇസ്രയേലായിട്ട് മാറും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റി. എപ്പോഴാ മാറ്റി? ഈ 20 വർഷം ദൈവം ഒന്നും ചെയ്തില്ല. കാരണം തന്റെ ജീവിതത്തിൽ ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം അനുഭവിച്ച് വരാത്തവനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് വകുപ്പില്ല. അത് അവിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും. അബ്രഹാമിനെ അങ്ങനെ അനുഗ്രഹിച്ചത്, യാക്കോബിനെ അങ്ങനെയാണ് അനുഗ്രഹിച്ചത്. ഉദാഹരണങ്ങൾ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞത്തിലെ 1-2 ഉദാഹരണങ്ങൾ പറയാൻ മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ട്. മറ്റൊരു ഉദാഹരണമാണ് മോശയുടെ ചരിത്രം. മോശയുടെ ചരിത്രത്തെ ചുരുക്കി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, മോശ എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? ബൈബിൾ പുസ്തകത്തിൽ നിങ്ങൾ 1ാം സ്ഥാനം വാങ്ങിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? 120. ഇതിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. ആദ്യത്തെ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ, പിന്നെ ഒരു 40 വർഷം മിദ്യാൻ മരുഭൂമി, പിന്നെ അടുത്ത 40 വർഷമാണ് ഇസ്രായേൽ മക്കളെ കൊണ്ട് ആ മരുഭൂ പ്രയാണമൊക്കെ ചെയ്യുന്നത്. ഈ ആദ്യത്തെ 40 വർഷം കഴിഞ്ഞപ്പോൾ മോശയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു കാണും? 40 വയസ്സുള്ളപ്പോഴാണ് മോശ ഒരു ദിവസം കൊട്ടാരം വിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി, അല്ലേ? പുറപ്പാട് പുസ്തകം 1 2-ാം അധ്യായത്തിൽ വായിക്കണം. എന്തിനു വേണ്ടി ഇറങ്ങിയത്? തന്റെ സഹോദരന്മാരെയൊക്കെ കാണാൻ. അവിടെ ദൈവം നിയമിക്കാതെ സ്വയം ഒരു ലീഡറായി ചമഞ്ഞ് താന് ഈ സഹോദരന്മാരെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു കൊലപാതകനായിട്ട് മാറുകയാണ് ചെയ്തത്. തന്റെ സ്വയശക്തിയിൽ ആശ്രയിച്ച് ഇസ്രായേലിനെ വിടുവിക്കാൻ ശ്രമിക്കുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 22 മോശയെ കുറിച്ചൊരു പരാമർശമാണ്. അതൊന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7:22 40-ാം വയസ്സിലെ മോശയുടെ അവസ്ഥയാണ് അവിടെ സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7:22. മതി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് എന്ന് പറഞ്ഞാൽ വളരെ സ്കോളറായിരുന്നു, വളരെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, താൻ വളരെ വിദ്യാഭ്യാസമുള്ളവനായിരുന്നു. പിന്നെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി, താൻ നല്ല വാഗ്മിയായിരുന്നു എന്നാണ് അവിടെ സ്തേഫാനോസ് പറയുന്നത്. അത് അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ വളരെ സമർത്ഥനായ മോശയാണ് 40-ാം വയസ്സിൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഇറങ്ങിച്ചെല്ലുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പറയട്ടെ, ഈ 40-ാം വയസ്സിലെ മോശയുടെ മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ആം സംബഡി, ഞാൻ ആരൊക്കെയോ ആണ്, ഐ ക്യാൻ ഡു സംതിങ്, എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും, ബിക്കോസ് ഐ ആം ക്വാളിഫൈഡ്, എനിക്ക് യോഗ്യതയുണ്ട്, കാരണം ഞാൻ ഇപ്പോൾ രാജാവാകാൻ വേണ്ടി വിദ്യ അഭ്യസിച്ചവനാണ്. അപ്പോൾ ഞാൻ ആരൊക്കെയോ ആണ്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും. ഈ മനോഭാവമാണ് 40 വയസ്സുള്ള മോശയുടെ മനോഭാവം. പക്ഷേ അവിടെ താൻ പരാജയപ്പെട്ടു. മിദ്യാൻ മരുഭൂമിയിൽ ചെന്നു. പിന്നെ അടുത്ത 40 വർഷം മോശയുടെ ജോലി എന്താ? ഈ 40 വർഷം ആടിനെ മേയിച്ച് നടക്കുക. അമ്മായിപ്പന്റെ ആടിനെ മേയിച്ച് മരുഭൂമിയിൽ തേരാപ്പാര നടക്കുകയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക. കൊട്ടാരത്തിൽ അടുത്ത ഫറവോനാകാൻ വേണ്ടി പരിശീലനം ലഭിച്ച മോശ, അങ്ങനെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായ മോശ, തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഈ തൊഴിൽ ചെയ്ത് 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടതായിട്ട് വന്നു. പക്ഷേ അത് യാദൃച്ഛികമായി സംഭവിച്ചില്ല. ഈ 40 വർഷങ്ങൾ ആത്മീയ ദാരിദ്ര്യം, ആത്മാവിൽ യാചകന്റെ ദാരിദ്ര്യം എന്താണെന്ന് ദൈവം മോശയെ പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 80-ാം വയസ്സിലാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാകുന്നത്. ആ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനാകുകയാണ്. ആ സമയത്ത് ദൈവം വിളിച്ച് മിസ്രൈമിലേക്ക് പോകാൻ വേണ്ടി വിളിച്ച് ആക്കിയപ്പോൾ മോശയുടെ പ്രതികരണം എന്താ മോശ പറഞ്ഞത്? ദൈവമേ, ഞാനിങ്ങനെ വാസ്തവത്തിൽ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ 40-ാം വയസ്സിൽ ഇത് ശ്രമിച്ചതാ, നീ എന്താ ഇത്രയും താമസിച്ചു പോയത്, ഞാൻ ഇപ്പോൾ പോകാം, അങ്ങനെയാണോ മോശ പറഞ്ഞത്? ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കാണെന്ന് മോശ പറഞ്ഞില്ല. മോശ പറഞ്ഞത് വല്ല നിവൃത്തിയുണ്ട് എന്നെ അയക്കരുതെന്ന്. ദൈവം പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ഒരു വിധത്തിലും മിസ്രൈമിലേക്ക് പോകുവാൻ, അവരുടെ നേതാവാകുവാൻ മോശ തയ്യാറായില്ല. ദൈവം അവരോട് കോപിച്ചു എന്നൊക്കെ നാം വായിക്കുന്നു. മാത്രമല്ല മോശയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, ഞാൻ വിക്കനും കടിച്ച നാവുള്ളവനുമാണ്. അപ്പോസ്തല പ്രവൃത്തി 7:22 വായിച്ച വാർത്തകൾ ഓർമ്മയുണ്ടോ? അവിടുത്തെ വായിക്കുന്നത്, അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. അത് നാം ഓർക്കണം. അങ്ങനെയുള്ള മോശ ഇപ്പോൾ പറയുകയാണ്, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. ഒരിക്കൽ തന്റെ സ്ട്രോങ് പോയിന്റായിട്ട് താൻ കരുതിയ ആ വാഗ്ധോരണി, തന്റെ വാഗ്മിത്വം, ഇതെല്ലാം ഇവിടെ അടിയറവ് വയ്ക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല നാം ഉദ്ദേശിക്കുന്ന നിലയിൽ ഒരു വിക്കനായിരുന്നു മോശ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മോശ പറയുന്നത്
എനിക്കിതിലൊന്നും ഇപ്പോൾ യാതൊരു ആശ്രയവുമില്ല, ഞാൻ ഒന്നുമല്ല, ഞാൻ ആരുമല്ല എന്ന് 80-ാം വയസ്സിൽ മോശെ സമ്മതിച്ചു. 40-ാം വയസ്സിൽ ഐ ആം സംബഡി എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച മോശെ 80-ാം വയസ്സിൽ താൻ സമ്മതിക്കുകയാണ്, ഐ ആം നോബഡി, ഞാൻ ആരുമല്ല. അപ്പോഴാണ് ദൈവത്തിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം മോശെ യോഗ്യത നേടിയത്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ നോബഡി ആയതുകൊണ്ട് നൗ ഐ ആം സെൻഡിങ് യു ടു ഈജിപ്റ്റ്, ഞാൻ നിന്നെ ഈജിപ്തിലേക്ക് അയക്കുകയാണ്. ഇനി അടുത്ത 40 വർഷങ്ങൾ നോക്കിയാൽ എന്താണ് മോശയുടെ ചരിത്രത്തെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, വാട്ട് ഗോഡ് ക്യാൻ ഡു ത്രൂ എ നോബഡി, ദൈവത്തിന് ആരുമല്ല എന്ന് പറയുന്ന ഒരുവരിൽ കൂടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് 80 മുതൽ 120 വരെയുള്ള മോശയുടെ ചരിത്രം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നതിനൊക്കെ താല്പര്യം മനസ്സിലായി കാണില്ല. അത് അബ്രഹാമിന്റെ ചരിത്രമാണെങ്കിലും യാക്കോബിന്റേതാകട്ടെ മോശയുടേതാകട്ടെ ആരുടേതാണെങ്കിലും ദൈവം ഏതു കാലത്തും ഉപയോഗിച്ചിട്ടുള്ളവരെല്ലാം ആത്മാവിലുള്ള ദാരിദ്ര്യം അനുഭവിച്ചവരാണ്. ഞങ്ങൾ ആരുമല്ല, എന്റെ കൈവശം യാതൊന്നുമില്ല, ഞാൻ സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൽ വന്നവരെയാണ് ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. ഗിദെയോന്റെ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിനത്തിൽ നിന്ന് ആ ഉദാഹരണം നിർത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പല ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ചുരുക്കമായി കുറിച്ചെടുത്തു ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണങ്ങളൊക്കെയും പറയുന്നത്, ഇത് പറയുമ്പോൾ ഈ ആത്മാവിലുള്ള ദാരിദ്ര്യത്തിന്റെ ആ പ്രാക്ടിക്കൽ മീനിങ്, പ്രായോഗിക അർത്ഥം ശരിയായി മനസ്സിലാകും. അതൊന്ന് എടുത്തു വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ന്റെ 11-12 വായിക്കുമ്പോൾ ദൈവം ഗിദെയോന് പ്രത്യക്ഷനാകുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ന്റെ 11-12. അവിടെ അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് അവനോട് പറഞ്ഞു. അവിടെ 12-ാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ അവനെ എങ്ങനെയാ വിളിക്കുന്നത്? അല്ലയോ പരാക്രമശാലി, വാലിയന്റ് മാൻ, ഒരു പരാക്രമശാലി, ഒരു ധീരൻ എന്നാ വിളിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ശരിയാണ്. ഈ ഗിദെയോൻ വലിയ പരാക്രമശാലിയാണ്. 11-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് അവരെ പേടിച്ചെന്ത് ചെയ്യുക? അത് മുന്തിരിച്ചക്കിന്റെ മറവിൽ വെച്ച് ഇങ്ങനെ പേടിച്ച് അത് മെതിച്ചുകൊണ്ടിരിക്കുക. ഒട്ടും ധൈര്യമില്ലാത്ത മനുഷ്യൻ, വെറും ഭീരുവാണ്. യഹോവയുടെ ദൂതൻ പറയുകയാണ്, നീ പരാക്രമശാലിയാണ്. എന്താ കാര്യം? 15-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ ഗിദെയോന് തന്നെക്കുറിച്ച് തന്നെയുള്ള എസ്റ്റിമേറ്റ്, തന്നെക്കുറിച്ച് തന്നെയുള്ള മതിപ്പ് എന്താ? 6:15, Judges 6:15 എന്താ ഗിദെയോൻ പറയുന്നത്? വായിച്ചു. അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു. മതി. അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? എന്താ കാരണം? മനശ്ശെയിൽ എന്റെ കുലം ചെറിയതും ഞാൻ എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും എളിയവനുമല്ലോ. ഇതാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. ഈ മനോഭാവം ഗിദെയോൻ ഉണ്ടായത് അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവനെ വിളിക്കുന്നത്, അല്ലയോ പരാക്രമശാലിയെ. അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരാണ് പരാക്രമശാലി? ആരാണ് ഏറ്റവും വലിയ ധീരൻ, ഏറ്റവും വലിയ ശക്തൻ? മാനുഷിക ദൃഷ്ടിയിൽ, നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും ഭീരുക്കളാണ്, ഏറ്റവും ബലഹീനരാണ്. ദൈവദൃഷ്ടിയിൽ ശക്തർ. പ്രൊവൈഡഡ് ദേ അഡ്മിറ്റ് ദർ ഹെൽപ്ലെസ്നെസ്. അവരുടെ ബലഹീനത, അവരുടെ നിസ്സഹായത അവർ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞു വന്നാൽ അവർ തീർച്ചയായും ശക്തരാകും. ഞാൻ പഴയ നിയമത്തിൽ വിട്ട് പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിൽ ഒരു ഉദാഹരണം മാത്രം, പൗലോസിന്റെ ഉദാഹരണം എടുക്കാം. പൗലോസ് ദൈവം വളരെയധികം ഉപയോഗിച്ച മനുഷ്യനാണ്. ഈ പൗലോസിന് തന്നെക്കുറിച്ചുള്ള എസ്റ്റിമേറ്റ് പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിനെ പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്, അതുപോലെ തന്നെ ഞാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ് എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. മാത്രമല്ല, പൗലോസ് എപ്പോഴും ഒരു താഴ്മയുടെ മനോഭാവത്തിൽ തന്നെയാണ് ജീവിച്ചത്. അതെങ്ങനെ അത് അറിയാം? 2 Corinthians 12:7 വായിച്ചു പെട്ടെന്ന്. 2 Corinthians 12:7 പൗലോസ് എന്ന് ഒരു സബ് ഹെഡിങ് എഴുതിയിട്ട് എഴുതിയാൽ മതി. 2 Corinthians 12:7 2 Corinthians 12:7 എടുത്ത് ആർക്കും വായിക്കും, ആർക്കും വേണ്ടി നോക്കിയിരിക്കണ്ട. മതി. പൗലോസ് പറയുകയാണ്, പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം ലഭിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുകയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട്
ആളുകൾ പല ഊഹാപോഹങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലത് പറഞ്ഞു വെച്ചേക്കുന്നത് അത് പൗലോസിന്റെ ഭാര്യ തന്നെയാണെന്ന് പറയുന്നവരുമുണ്ട്. അതൊന്നും ശരിയല്ല. കാരണം അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അത് നീങ്ങിപ്പോകാൻ ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് പൗലോസിന്റെ ഭാര്യയല്ല, അതെനിക്ക് ഉറപ്പാണ്. എന്നാൽ ഈ ജഡത്തിലെ ചുവല ഒരു പക്ഷെങ്കിൽ തന്റെ ശരീരത്തിൽ താൻ അനുഭവിച്ച ഒരു രോഗമാണെന്നാണ് പലരും കരുതുന്നത്. അത് ശരിയായിരിക്കും. പക്ഷെ എന്താ പൗലോസിന്റെ കാരണം പറയുന്നത്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഇങ്ങനെ ഒരു ശൂലം ദൈവം അനുവദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് പൗലോസിനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? പൗലോസ് എപ്പോഴും താഴ്മയുള്ളവനായി ഇരിക്കണം. അതിനുവേണ്ടി ദൈവം തന്നെ ഒരു പരിപാടി ചെയ്യും. എന്താ ചെയ്തത്? അവനൊരു ക്രോണിക് ഡിസീസ്, എന്തോ ഒരു സ്ഥിരമായ രോഗം കൊടുത്തു. എന്താണെന്ന് നമുക്കറിയില്ല. ആ രോഗം പലപ്പോഴും തന്നെ വേദനിപ്പിച്ചു, പലപ്പോഴും തന്നെ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും അതുകൊണ്ടൊരു നേട്ടമുണ്ട്. എന്താ നേട്ടം? എപ്പോഴും ആത്മാവിൽ യാചകന്റെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ദൈവം പൗലോസിനെ വളരെയധികം ഉപയോഗിച്ചത്. ഉദാഹരണം ഞാനവിടെ നിർത്തട്ടെ. ഇപ്പോൾ എന്താണ് ആത്മാവിൽ ദരിദ്രൻ എന്നുള്ളതിന്റെ പ്രായോഗിക അർത്ഥം ഈ സംഭവങ്ങളിൽ കൂടെ, ഉദാഹരണങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലായി കാണാം. ശരി, 2ാം ഭാഗത്ത് നാം വായിക്കുന്നു, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു പാപിയോടുള്ള ബന്ധത്തിൽ സ്വർഗരാജ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടുക എന്നുള്ള അർത്ഥമാണ്. എന്നാൽ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്? യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ സ്ഥിരമായി ജീവിക്കുക. വി മേ എൻജോയ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ കിങ്ഡം ലൈഫ്. ഈ സ്വർഗരാജ്യത്തിന്റെ ജീവിതം നിരന്തരം ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. സ്വർഗരാജ്യം വളരെ പ്രാക്ടിക്കൽ മീനിങ് മത്തായി 6:10 അവിടെ കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ, നിന്റെ രാജ്യം വരേണമേ. അടുത്ത വാക്യം എന്താ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം സമ്പൂർണമായി അവിടെ നിറവേറ്റപ്പെടും. സോ ദിസ് ഈസ് ദ പ്രാക്ടിക്കൽ മീനിങ്. ആ ദൈവത്തിന്റെ ഹിതത്തിന്റെ കേന്ദ്രത്തിൽ തുടർമാനമായി ജീവിച്ച് ആത്മീയ സന്തോഷം അനുഭവിക്കും. അതാണ് അവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിൽ ദരിദ്രരായി ആ ഒരു മെന്റാലിറ്റിയിൽ തുടർമാനമായി ജീവിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആത്മീയ അനുഭവം ഈ ദൈവഹിതത്തിൽ തന്നെ ജീവിച്ച് ആത്മീയ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ചരിത്ര സംഭവം കൂടെ പറഞ്ഞ് ഈ 3ാം വാക്യത്തിന്റെ വിസ്തീർണം വളരെ ആയിക്കഴിഞ്ഞു, സമയം പോകുന്നു. ഞാനത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ചരിത്ര സംഭവമാണ്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ആത്മാവിലെ ദാരിദ്ര്യത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. റൊണാൾഡ് റീഗൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് 90കളിൽ ഉണ്ടായതായിട്ട് നമുക്ക് അറിയാം. 91 അദ്ദേഹം റഷ്യ സന്ദർശിച്ചു. അന്ന് ഗോർബച്ചേവാണ് അവിടുത്തെ റഷ്യൻ പ്രീമിയർ ആയിട്ടിരിക്കുന്നത്. അദ്ദേഹമാണ് കമ്മ്യൂണിസം റഷ്യയിൽ തകരാൻ ഒരു അർത്ഥത്തിൽ കാരണക്കാരനായത്. ഈ റൊണാൾഡ് റീഗനെ കുറിച്ച് നമ്മൾ ഒരു വിശ്വാസിയാണോ എന്ന് എനിക്കറിയുകയില്ല. എന്നാൽ ഈ നാളുകൾ പേപ്പറിലൊക്കെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു വിശ്വാസിയാണെന്ന് ചിന്തിക്കുന്നതിൽ ചില ന്യായങ്ങളുണ്ട്. ഇദ്ദേഹം എന്നാൽ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ നിലയിൽ ഒരു ഭക്തനായിരുന്നു, ഒരു പള്ളി ഭക്തനായി. ഇദ്ദേഹം റഷ്യയിൽ വന്നപ്പോൾ ഗോർബച്ചേവിനോട് പറഞ്ഞു, റഷ്യയിലെ ഏറ്റവും പുരാതനമായ പള്ളി ഏതാണ്? അതെനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഗോർബച്ചേവ് പള്ളിയിൽ പോകുന്ന ആളല്ല, കമ്മ്യൂണിസ്റ്റുകാരനാണ്. എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് കണ്ടുപിടിക്കാം, അത് കണ്ടുപിടിച്ചിട്ട് താങ്കളെ അവിടേക്ക് കൊണ്ടുപോകാം. ഇദ്ദേഹം അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്, വളരെ പുരാതനമായ ഒരു പള്ളി. അത് പട്ടണത്തിലൊന്നുമല്ല, ഒരു ഗ്രാമത്തിൽ ഒരു വയലിന്റെ ഒക്കെ കരയിൽ ഒരു ചെറിയ പള്ളിയാണ്. ഇതാണ് ഏറ്റവും പുരാതനമായ പള്ളി. അപ്പോൾ റീഗൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം. അപ്പോൾ ഗോർബച്ചേവ് പറഞ്ഞു, അവിടെ കൊണ്ടുപോകാൻ സന്തോഷമുണ്ട്, പക്ഷെ ഒരു പ്രശ്നം. താങ്കൾ പോകുമ്പോൾ താങ്കളുടെ വലിയ വാഹനവും തന്റെ സെക്യൂരിറ്റി ഗാർഡും ഒക്കെ ആയിട്ട് വലിയൊരു ജാഥയായിട്ടാണ് പോകുന്നത്. ഈ വാഹനങ്ങളൊന്നും ഈ പള്ളിയുടെ മുറ്റത്ത് കയറുകയില്ല. കാരണം അവിടെ ചെറിയൊരു വാതില്, ഒന്നാമതൊരു വയലിന്റെ വരമ്പിൽ കൂടെ പോകണം. അതുകൊണ്ട് ആ പള്ളിയുടെ മുറ്റം വരെ ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഗോർബച്ചേവ് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ പള്ളിയിലെ അച്ഛനൊരു കത്ത് കൊടുത്തയക്കാം. അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ആ വഴിയെല്ലാം ശരിയാക്കി ആ ഗേറ്റ് ഒക്കെ പുതുക്കി പണിത് താങ്കളുടെ വാഹനം അകത്ത് കയറത്തക്ക എല്ലാ സൗകര്യവും ഞാൻ ചെയ്യാം. ഏതായാലും അച്ഛന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോർബച്ചേവ് പെട്ടെന്നൊരു കത്തൊക്കെ പട്ടാളക്കാർ വഴി കൊടുത്തയച്ചു. ഈ കത്ത് വായിച്ചിട്ട് ഈ അച്ഛൻ ഒരു മറുപടി കത്ത് എഴുതി. എന്നിട്ട് പറഞ്ഞു, ഈ കത്ത് റൊണാൾഡ് റീഗന്റെ കയ്യിൽ കൊടുക്കണം, ഗോർബച്ചേവിന്റെ കയ്യിൽ കൊടുക്കരുത്, റീഗന്റെ കയ്യിൽ കൊടുക്കണം. അപ്പൊ അതുപോലെ തന്നെ എവരാ കത്ത് റീഗന്റെ കയ്യിൽ കൊടുത്തു. പക്ഷെ അതിനകത്ത് ഇദ്ദേഹം എഴുതുന്ന ഒരു വാചകം ഇതാണ്: The one who comes to God must come on his knees.
ദൈവത്തിന്റെ അടുക്കൽ ഒരുവൻ വരുമ്പോൾ അവൻ എങ്ങനെ വരണം? അവൻ മുട്ടിന്മേൽ വരണം. ഒറ്റ വാചകം. റൊണാൾഡ് റീഗന് ചരിത്ര സംഭവമാണ്, മനോരമ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് റൊണാൾഡ് റീഗനിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായി. താൻ എന്താ ചെയ്യുന്നറിയാം? താൻ തന്റെ ഈ വലിയ സെക്യൂരിറ്റി മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് പിറ്റേ ദിവസം തന്നെ അവിടെ ചെന്ന് നടന്ന് ഈ പള്ളിയിൽ ചെന്ന് ഈ അച്ഛനെ കണ്ടു എന്നാണ് പറയുന്നത്. ആ വാചകം വളരെ സത്യമാണ്. ആ വാചകം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം മുഴുവൻ പറഞ്ഞത്. One who comes to God must come on his knees. അവൻ മുട്ടിന്മേൽ എഴഞ്ഞു വരണമെന്നല്ല, എന്നാൽ ആ മനോഭാവത്തിൽ വരണം. അത് റീഗനാർത്ഥം മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സ്ഥിരമായ ഒരു മനോഭാവമാണ് മത്തായി 5:3 കർത്താവ് പറയുന്ന ആത്മാവിലുള്ള ദാരിദ്ര്യം. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു മനോഭാവം കൾട്ടിവേറ്റ് ചെയ്യുവാൻ, അത് പരിപോഷിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ആത്മീക സമൃദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനിപ്പോൾ 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് പാട്ട് പാടുകയോ മറ്റെന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി പോകേണ്ടവർക്ക് പോവുകയോ അവരത് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുടരുന്നതാണ്. താങ്ക് യു. നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരാം. 2ാമത്തെ ആനന്ദ വർണ്ണന. അതെ, ഒന്ന് വായിക്കാം. അതിനുശേഷം ഒരു ആശ്ചര്യ പ്രസ്താവനയായിട്ട് നമുക്ക് അത് ഒന്ന് എഴുതുകയും ചെയ്യും. മതി. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. Blessed are those who mourn, for they shall be comforted. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആശ്ചര്യ പ്രസ്താവനയായിട്ട് ഇത് തിരുത്തി എഴുതിയ, ബൈബിളിൽ എഴുതുന്ന കാര്യമല്ല, ഒരു നോട്ട്ബുക്കിൽ എഴുതുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ എഴുതിയാൽ ഇതെങ്ങനെ എഴുതാൻ പറ്റും? ആ ദുഃഖിക്കുന്നവരുടെ അനുഗ്രഹം അഥവാ ആനന്ദം ആർക്ക് വർണ്ണിക്കാം? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, ഒരു ആശ്ചര്യചിഹ്നം. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. മനസ്സിലായോ? നോട്ട്സ് എഴുതാൻ ബുക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ആ ദുഃഖിക്കുന്നവരുടെ ആനന്ദം അഥവാ അനുഗ്രഹം ആർക്ക് വർണ്ണിക്കാം? എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ ആനന്ദ വർണ്ണനയിലെ ഓരോ വാചകവും നാം നോക്കിയാൽ ഇതിനകത്തൊരു വിരോധാഭാസം, ഒരു പാരഡോക്സ് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരു വൈരുദ്ധ്യം കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദരിദ്രർ ഭാഗ്യവാന്മാർ. അത് സാധാരണക്കാരുടെ ചിന്താഗതിയിൽ അത് ഒരു വൈരുദ്ധ്യമാണല്ലേ. നമ്മൾ സാധാരണ തിരിച്ചാ പറയുന്നല്ലേ, സമ്പന്നർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ദരിദ്രരാണ് ആനന്ദപൂർണ്ണർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ, ഒരു എഴുത്തുകാരൻ പറയുന്നത്, ബിയാറ്റിറ്റ്യൂഡ്സ് ആർ ദ സേക്രഡ് പാരഡോക്സസ്. ആനന്ദ വർണ്ണന എന്ന് പറയുന്നത് വിശുദ്ധമായ വിരോധാഭാസമാണ്. അതിനകത്തൊരു വിരോധാഭാസമുണ്ട്, ഒരു വൈരുദ്ധ്യം തോന്നാം, പക്ഷെ അത് വിശുദ്ധമായ വിരോധാഭാസമാണ്. അതായത് അത് വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇവിടെ ആ വൈരുദ്ധ്യം അതിന്റെ ക്ലൈമാക്സിൽ വരികയാണ്. ദുഃഖിക്കുന്നവരാണ് ആനന്ദപൂർണ്ണർ. അതെങ്ങനെ ശരിയാകുന്നത്? ദുഃഖം, ആനന്ദം, ഈ രണ്ട് വാക്കുകൾ ഓപ്പോസിറ്റ് വേർഡ്സ് ആണല്ലേ, വിപരീത പദങ്ങളാണ്. പക്ഷെ കർത്താവ് പറയുകയാണ് ദുഃഖിക്കുന്നവർ ആനന്ദപൂർണ്ണരാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിനു മുമ്പ് ദുഃഖം എന്ന വാക്കിനെ കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പൊതുവായിട്ട് ഓർപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ദുഃഖം, വേദന, കഷ്ടത, ഇതെല്ലാം ഒരേ ഫാമിലിയിൽ വരുന്ന വാക്കുകൾ, ഒരേ കുടുംബത്തിൽ വരുന്ന വാക്കുകൾ. ഇത് മൂന്നും തമ്മിൽ ബന്ധമുണ്ട്. അത് ഞാൻ പിന്നാലെ വിശദീകരിക്കുന്നതാണ്. ഈ വാക്കുകളൊക്കെ നാം ഇഷ്ടപ്പെടുന്ന വാക്കുകളാണോ ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ്? ഇഷ്ടപ്പെടാത്ത വാക്ക്. നാം ആരും ദുഃഖം, വേദന, കഷ്ടത ഈ വാക്കുകളൊന്നും കേൾക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വിനോദത്തിന്റെയും ഉല്ലാസത്തിന്റെയും ലോകമാണല്ലേ. എവിടെ നോക്കിയാലും മേളകളാണല്ലേ, എല്ലാം മേളയാണ്. അപ്പൊ അങ്ങനെയുള്ള മേളകളുടെ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ദുഃഖത്തെക്കുറിച്ചൊന്നും പറയാൻ തന്നെ നമുക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ചും TV വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ഭാഗം സമയം വിനോദത്തിന് വേണ്ടി, ഉല്ലാസത്തിന് വേണ്ടിയുമാണ് ചെലവഴിക്കുന്നത്. ആരോ TVക്ക് ഒരു പേര് കൊടുത്ത്, മനോഹരമായ പേര് കൊടുത്തിട്ടുണ്ടല്ലേ, എന്താ, ഇഡിയറ്റ് ബോക്സ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്, വിട്ടിപ്പെട്ടി. അത് കൊടുത്ത് ആരാണെന്ന് അറിയില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിനൊരു പൂമാല കൊടുക്കാമായിരുന്നു. അത് ആരാണെങ്കിലും നല്ലൊരു പേരാണ്. കാരണം ആളുകളെ മടിയന്മാരും മടയന്മാരും ആക്കുന്ന പരിപാടിയാണ് ഈ TV യിൽ കൂടെ നടക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ ഇംഗ്ലീഷിൽ അമ്യൂസ്മെന്റ് എന്നൊരു വാക്കുണ്ടല്ലേ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ. അമ്യൂസ്മെന്റ്, ആ വാക്കിന്റെ അർത്ഥം ഉല്ലാസം എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ ആ വാക്കിന്റെ റൂട്ട് മീനിങ് എന്താണെന്നറിയാം. അമ്യൂസ് എന്നുള്ളത് ഗ്രീക്കിൽ നിന്ന് വന്ന വാക്ക്. മ്യൂസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. അമ്യൂസ് എന്ന് വെച്ചാൽ വിത്തൗട്ട് തിങ്കിങ്, ചിന്തിക്കാത്ത അവസ്ഥയാണ്. അതാണ് ആ വാക്കിന്റെ തന്നെ അർത്ഥം. നമ്മൾ ഉല്ലാസം എന്ന് പറയുന്നെങ്കിലും ആ വാക്കിന്റെ അതിന്റെ ആ റൂട്ട് മീനിങ് നോക്കിയാൽ ചിന്തിക്കാത്ത അവസ്ഥ എന്നാണ് എന്റെ അർത്ഥം. അതാണ് നാമൊക്കെ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വേദന, ദുഃഖം, കഷ്ടത, ഇവയെക്കുറിച്ച് പല കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ 2 കാര്യങ്ങളെങ്കിലും പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം ഈ വാക്യത്തിലേക്ക് വരാം. സം റിയാലിറ്റീസ് അബൌട്ട് പെയിൻ, സോറോ ആൻഡ് സഫറിംഗ്. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളെ ബന്ധം ഞാനങ്ങ് പറയാം. ഈ വേദന എന്ന് പറഞ്ഞാൽ ശാരീരിക വേദന മാത്രമാണോ? അല്ല. പിന്നെന്താണ്? മാനസിക വേദനയുണ്ട്. പക്ഷെങ്കിൽ മെന്റൽ ആഗണിയാണ് ഫിസിക്കൽ പെയിനേക്കാൾ സീരിയസ് ആയിട്ടുള്ളത്. മാനസിക വ്യഥയാണ് ശാരീരിക വേദനയേക്കാൾ കൂടുതൽ തീവ്രമായിട്ടും കഠിനമായിട്ടും ഉള്ളത്. ഈ വേദനയാണ് എന്തുണ്ടാക്കുന്നത്? ദുഃഖമുളവാക്കുന്നത്. ശാരീരികമോ മാനസികമായ വേദന ദുഃഖമുളവാക്കുന്നത്. ഈ വേദനയും ദുഃഖവും പെർസിസ്റ്റ് ചെയ്യുമ്പോൾ, കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അത് തുടരുമ്പോൾ അതിനെയാണ് നാം കഷ്ടത എന്ന് വിളിക്കുന്നത്. അതാണ് തമ്മിലുള്ള ബന്ധം. ആദ്യം വേദന ദുഃഖമുളവാക്കുന്നു. അതിന്റെ തുടർച്ചയായ അനുഭവത്തെയാണ് കഷ്ടത. നമ്മൾ പറയത്തില്ല, ചില ആളുകൾ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവർ തുടർച്ചയായിട്ട് വേദനയും ദുഃഖവും അനുഭവിക്കുക. ചില രോഗങ്ങളൊക്കെ വന്ന ആളുകൾ കഷ്ടപ്പെടുന്നു എന്ന് നാം പറയാറുണ്ട്. ഇത് 3 ഒരുമിച്ച് പോകുന്ന വാക്കുകളാണ് വേദന, ദുഃഖം, കഷ്ടത എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ഞാനീ പറഞ്ഞ വേദന അല്ലെങ്കിൽ ദുഃഖം, കഷ്ടത, ഇവ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തതാണ്. പെയിൻ, സോറോ ആൻഡ് സഫറിംഗ് ആർ ഇന്നെവിറ്റബിൾ ഇൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ചില അനുഭവങ്ങളാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും. എങ്ങനെ അറിയാം അങ്ങനെ ആണെന്ന്? ബൈബിൾ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? 2 വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇയ്യോബ് 5:7 ഒരാൾക്ക് വായിക്കാം, വേറൊരാൾക്ക് 90-ാം സങ്കീർത്തനം 10-ാം വാക്യം. ജോബ് 5:7 ആൻഡ് സാംസ് 90:10. മതി. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? എന്തോ ഈ തീപ്പൊരിയുമായിട്ടൊരു താരതമ്യം പറഞ്ഞിരിക്കുന്നു. എന്താണ് ആ താരതമ്യം? തീപ്പൊരി കണ്ടിട്ടുണ്ടോ? തീപ്പൊരി, സ്പാർക്ക്. തീപ്പൊരി ഉയരെ പറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രകൃതമാണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് വെരി നേച്ചർ. അതിന്റെ സ്വഭാവമാണ്. തീപ്പൊരി ഉയരത്തിലോട്ടേ പറക്കുകയുള്ളൂ, അല്ലേ? അതതിന്റെ സ്വഭാവമാണ്. അതുപോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തീപ്പൊരി ഉയരത്തിൽ പറക്കുന്നത് എപ്രകാരം അതിന്റെ സ്വഭാവമായിരിക്കുന്നുവോ അതുപോലെ സാധാരണ മാനുഷിക ജീവിതത്തിലെ ആ മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃതമാണ്, സ്വഭാവമാണ് കഷ്ടത എന്ന് പറയുന്നത്. ഇനിയും എന്താണ് മോശ പറയുന്നത്? 90-ാം സങ്കീർത്തനത്തിൽ 10-ാം വാക്യം. ഞങ്ങളുടെ ആയുഷ്കാലം പെട്ടെന്ന് മനുഷ്യന്റെ ശരാശരി ആയുസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 70 സംവത്സരം 80 സംവത്സരം. ചിലർ അതിൽ കൂടുതൽ ജീവിക്കുന്നുണ്ട്, അത് വിഷയമല്ല. എന്നാൽ എന്താണ് ഈ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്? അതിന്റെ പ്രതാപം, പ്രയാസവും കഷ്ടവുമത്രേ. ദിസ് ഈസ് ദ സമ്മറി ഓഫ് ലൈഫ്. ദിസ് ഈസ് ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് അവിടെ മോശെ പറയുകയാണ്, അത് പ്രതാപം, പ്രയാസവും കഷ്ടവുമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അപ്പോൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും മനുഷ്യരായി പാപത്തിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഈ കഷ്ടത ഒഴിവാക്കാനാവാത്തതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നാം ജീവിക്കുന്ന ലോകം പാപം നിറഞ്ഞതാണ്. തീർന്നില്ല, നമ്മുടെ ശരീരവും പാപമയമാണ്. നമുക്കൊരു ജഡമുണ്ട്, പാപപ്രകൃതിയുണ്ട്. പാപപ്രകൃതിയുള്ള ഒരു ശരീരത്തിൽ നാം ജീവിക്കുന്നു, പാപം നിറഞ്ഞൊരു ലോകത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് പാപത്തിന്റെ കോൺസിക്വൻസായ അനന്തരഫലമായ കഷ്ടത ഒരു ചെറിയ അളവിൽ അല്ലെങ്കിൽ വലിയ അളവിൽ എല്ലാ മനുഷ്യരും
അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിനെ ആമേൻ പറഞ്ഞെങ്കിലേ നിവൃത്തിയുള്ളൂ. ഇതോട് ചേർത്ത് നാം രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ കഷ്ടതയ്ക്കും ദുഃഖത്തിനും ഒരു നല്ല വശവുമുണ്ട്. There is a good side for the pain and sorrow. വേദനയ്ക്കും ദുഃഖത്തിനും അല്ലെ കഷ്ടതയ്ക്കും ഒരു നല്ല വശമുണ്ട്. അത് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതൊരു നല്ല വശമാണ്, നല്ല കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, വേദന എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ? അത് മാത്രം ചോദിക്കാം. വേദന എന്ന് പറയുന്നത് പറഞ്ഞു എന്റെ ക്ലാസ്സിൽ എല്ലാ ഉത്തരവും ശരിയാ, പേടിക്കണ്ട. നല്ലതാണോ ചീത്തയാണോ? അത് ചീത്തയാണെന്ന് നമ്മൾ പറയും. കാരണം പലപ്പോഴും നമുക്ക് തലവേദന വരാറുണ്ട്. ഇപ്പോൾ ആർക്കും തലവേദന ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസംഗം കേൾക്കുമ്പോഴൊക്കെയാണ് തലവേദന വരുന്നത്. പ്രസംഗം തീരുമ്പോൾ തലവേദന മാറുകയും ചെയ്യും. ചിലപ്പോൾ അത് ഒരു പെയിൻ എന്ന് പറയുന്നത്, വേദന എന്ന് പറയുന്നത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് എപ്പോഴും അങ്ങനെ തന്നെയാണോ? ചീത്ത എന്ന് പറയാൻ പറ്റും. ഈ ഞാൻ മെഡിക്കൽ ഡോക്ടർ പുറകിൽ ഇരിപ്പുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ആ രോഗത്തിന്റെ പേരങ്ങ് മറന്നുപോയി. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഈ ശരീരത്തിൽ ഈ സെൻസേഷൻ ഇല്ലാതെ ജനിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേദന ഒട്ടും അറിയത്തില്ല. അവരുടെ ശരീരത്തിൽ നമ്മൾ കുത്തിയാലോ ഇഞ്ചക്ഷൻ എടുത്താലോ ഒന്നും വേദനയില്ല. അങ്ങനെ ഒരു പ്രത്യേക അസുഖമുണ്ട്, രോഗമാണ്. ആ പ്രത്യേക രോഗത്തോടുകൂടി ജനിക്കുന്ന അപൂർവം ചില കുട്ടികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അത് നല്ലതാണല്ലേ? നമ്മുടെ ശരീരത്തിൽ ഇഞ്ചക്ഷൻ എടുത്താൽ വേദനയൊന്നും അറിയത്തില്ലെങ്കിൽ നല്ലതായിരുന്നല്ലേ? എത്ര ഇഞ്ചക്ഷൻ വേണമെങ്കിലും എടുക്കാറുണ്ടല്ലേ? അത് നല്ലതാണോ? ഈ ശരീരത്തിൽ വേദന അനുഭവിക്കാത്തൊരു ശരീരം ദൈവം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കും ഇല്ലേ? അത് നല്ലതല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് വേദന ചീത്തയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ശരീരം കിട്ടിയാൽ നല്ലതല്ലേ? നല്ലതാണെന്ന് തോന്നും. പക്ഷേ മെഡിക്കൽ സയൻസ് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ മിക്കവാറും 5 വയസ്സിൽ കൂടുതൽ ജീവിക്കുകയില്ല. അതെന്താ? അവർക്ക് വേദന അറിയുകയില്ല. അതുകൊണ്ട് അവർ ചെന്ന് തീയലൊക്കെ പിടിക്കും. കൈ കൊള്ളുകയില്ല. കൈ അവർക്ക് വേദന അറിയത്തില്ല, സെൻസിറ്റിവിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും 4-5 വയസ്സാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു അപായത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരു അത്യാഹിതത്തിൽപ്പെട്ട് ഇങ്ങനെയുള്ള കുട്ടികൾ മരിച്ചുപോകും. വേദന ഉണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾ കരയത്തുള്ളൂ അല്ലേ? അവർ തീയെ പിടിച്ചാൽ അവർ കരഞ്ഞാലെല്ലാം മാതാപിതാക്കൾ ഓടി വരത്തുള്ളൂ അല്ലേ? അതുകൊണ്ട് അവർ കരയത്തുമില്ല, വേദനയുമില്ല, ഒരു സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ശരീരം. അപ്പോൾ വേദന നല്ലതാണോ ചീത്തയാണോ? ഇപ്പോൾ നിങ്ങളുടെ ഉത്തരം തിരുത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വേദനയ്ക്കും ഒരു നല്ല വശമുണ്ട്. ഇനി മറ്റൊരു സാങ്കല്പിക ഉദാഹരണം പറയാം. വേദന നല്ലതാണോ എന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്തിനു വേണ്ടിയാ ദൈവം ഇങ്ങനെ വേദന അനുഭവപ്പെടാൻ കഴിയുന്ന ഒരു ശരീരം നമുക്ക് തന്നത്? ദൈവം സർവശക്തനല്ലേ? ദൈവത്തിന് അങ്ങനെ അല്ലാത്തൊരു ശരീരത്തിൽ വേണമെങ്കിൽ നമ്മെ സൃഷ്ടിക്കാമായി. ഇങ്ങനെ സങ്കല്പിക്കുക, വേദനയില്ലാത്തൊരു ശരീരത്തിൽ ദൈവം നമ്മെ എല്ലാം സൃഷ്ടിച്ചു. പിന്നെ ഈ വേദന ചിലപ്പോഴൊക്കെ ആവശ്യമാണല്ലേ? ഇപ്പൊ സങ്കല്പിക്കുക, ഈ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? അങ്ങനെ വരാതിരിക്കട്ടെ, ഞാൻ ചോദിച്ചാൽ ഈ ഹാർട്ട് അറ്റാക്ക് വന്നല്ലോ എങ്ങനെ തിരിച്ചറിയുന്നത്? എങ്ങനെ അറിയുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നോ ഇല്ല എന്നുള്ള എങ്ങനെ അറിയുന്നത്? വേദന എടുക്കുമ്പോഴാണ് അറിയുന്നത്. നാം ഇങ്ങനെ സങ്കല്പിക്കുക, ദൈവം വേദനയില്ലാത്തൊരു ശരീരത്തിൽ നമ്മെ സൃഷ്ടിച്ചു. പിന്നെ എന്തെങ്കിലും അസുഖം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറിയാൻ വേണ്ടി വേദനയില്ല. അതുകൊണ്ട് ദൈവം ഒരു മെഷീൻ നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്താണ് നമ്മൾ സൃഷ്ടിക്കാൻ സങ്കല്പിക്കുക. ഇപ്പം തലയ്ക്ക് പനിയോ പോലെ വന്നു കഴിഞ്ഞാൽ ആ മെഷീൻ പറയും ഫീവർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകും പനിയാണ്, ഡോക്ടറെ പോയി കാണും. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ TV കണ്ടുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. എങ്ങനെ അറിയും? വേദനയില്ല. പക്ഷെ മെഷീൻ അവിടെ നിന്ന് പറയും ഹാർട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ മെഷീൻ ഹാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ആരെങ്കിലും TV ഓഫ് ചെയ്ത് ഡോക്ടറെ കാണാൻ പോകും? അങ്ങനെ പോകത്തില്ല. അങ്ങനെ പോയില്ലെങ്കിൽ എന്ത് പറ്റും? TV പ്രോഗ്രാം തീരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചത്ത് കുത്തിയിരിക്കും അല്ലേ? ഇപ്പോഴെന്തുകൊണ്ടായി ഡോക്ടറെ കാണാൻ പോകുന്നത്? വേദന സഹിക്കാൻ വയ്യല്ലേ? അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിപ്പോയി ഡോക്ടറെ കാണുന്നത്. അപ്പോൾ വേദന നല്ലതാണോ ചീത്തയാണ്? വേദന കൊണ്ട് പല ഗുണങ്ങളുണ്ടല്ലേ? വേദന ഇല്ലെങ്കിൽ അറിയാം അതിന്റെ വേദന എത്രമാത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് ദൈവം ഈ വേദന തന്നിരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഗുണം, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് ബോധ്യമാകാനും എത്രയും വേഗം അതിന്റെ പരിഹാരം തേടാനും വേണ്ടിയാണ് ദൈവം വേദന അനുവദിച്ചിരിക്കുന്നത്. ഞാൻ അതോട് ചേർത്ത് തന്നെ പറയുകയാണ്. അതുപോലെ വേദനയോട് ചേർന്നാണ് ദുഃഖം വരുന്നത്. ദുഃഖം നല്ലതാണോ ചീത്തയാണോ? പെട്ടെന്ന് നമ്മൾ പറയാം ദുഃഖം ചീത്തയാണ്. പക്ഷെ അതിന് നല്ല വശമുണ്ട്. നമ്മുടെ മാനസിക ആരോഗ്യം, മെന്റൽ ഹെൽത്ത് നിലനിർത്താൻ വേണ്ടി ദുഃഖിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ ഈ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചിലർ മരിക്കുമ്പോൾ ചില ആളുകൾ ആ ഷോക്ക് കൊണ്ട് പെട്ടെന്ന് ഇതിനെ കരയാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തിച്ചേരും. ഷോക്ക് കൊണ്ട് വളരെ ഷോക്കിംഗ് ആണ് ആ സംഭവം. അപ്പോൾ അങ്ങനെ അവസ്ഥയിലെത്തും. അങ്ങനെ പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് കരയിക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ചിലപ്പോൾ കരയേണ്ടത് ആ മെന്റൽ ബാലൻസ്,
മാനസികമായ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമാണ്. ഇതൊക്കെ ഞാൻ ഭൗതികമായ കാര്യങ്ങളാണ്. ഇനി ഈ കഷ്ടതയ്ക്ക് അല്ലെങ്കിൽ ദുഃഖത്തിന് എന്തെങ്കിലും ആത്മീകമായ നന്മയുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ? 119 സങ്കീർത്തനം 67, 71 വാക്യങ്ങളിൽ അവിടെ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അപ്പോൾ നമ്മുടെ ശാരീരികമായ നന്മയുണ്ട്, മാനസികമായ നന്മയുണ്ട്, ആത്മീകമായ നന്മ, ഇതെല്ലാം ഈ വേദനയിലും ദുഃഖത്തിലും, ദുഃഖം, കഷ്ടം ഇവയുടെ അനന്തരഫലമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തലക്കെട്ട് എഴുതിയപ്പോൾ there is a good side for pain, sorrow and suffering. അത് ഇന്നവിറ്റബിൾ ആണ്, അത് ഒഴിവാക്കാനാവാത്തതാണ്. മറുവശത്ത് ഇതിനൊക്കെ ഒരു നന്മയുമുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇത് ഇന്ന് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ശരിയായ കാഴ്ചപ്പാട് ദുഃഖത്തെക്കുറിച്ച്, വേദനയെക്കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതെന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് വാക്യത്തിലേക്ക് വരാം. കർത്താവ് പറഞ്ഞു, ദുഃഖിക്കുന്നവർ ആനന്ദപൂർവ്വം, അവരാണ് അനുഗ്രഹീതർ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഏതു തരത്തിലുള്ള ദുഃഖമാണ് കർത്താവ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചു, ചില വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മൂലഭാഷയിലെ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഗ്രീക്ക് ഭാഷയിൽ ദുഃഖം എന്നത് വിവരിക്കാൻ വേണ്ടി എത്ര വാക്കുകളുണ്ടെന്നറിയാം? മലയാളത്തിലും പല പര്യായ പദങ്ങളുണ്ട്. ഗ്രീക്കിൽ 9 വാക്കുകളുണ്ട്. ദുഃഖം എന്നുള്ള ആശയം വിശദീകരിക്കാൻ 9 വാക്കുകളുണ്ട്. ആ 9 വാക്കുകളും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെ ഈ 9 വാക്കുകൾ വരുന്നത്? അതിന്റെ കാരണമുണ്ട്. ഗ്രേക്ക് സങ്കല്പത്തിൽ അല്ലെങ്കിൽ യവന സങ്കല്പത്തിൽ ഈ ദുഃഖത്തിന് പല ഡിഗ്രികൾ അവർ കൊടുത്തിട്ടുണ്ട്. ചെറിയ ദുഃഖം, അല്പം കൂടെ വലിയ ദുഃഖം, അതിനേക്കാൾ വലിയ ദുഃഖം, അങ്ങനെ 9 ഡിഗ്രി ആയിട്ടാണ് അവർ തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ദുഃഖം 9th ഡിഗ്രി, അതിനുപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും പേന കളഞ്ഞു പോയെന്ന് വിചാരിക്കും. പേന കളഞ്ഞു പോയാൽ എന്ത് തോന്നും? സന്തോഷം തോന്നുമോ? ദുഃഖം തോന്നുമോ? ഏതായാലും നമ്മുടെ പേനയാണ് അല്ലെ, നമ്മുടെ പേന അത് ചിലപ്പോൾ 5 രൂപയാണെങ്കിൽ പോലും അതിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ, ഒരു ചെറിയ ദുഃഖം, അതും ദുഃഖമാണ്. ശരി, നിങ്ങളുടെ നോട്ട്ബുക്ക് കളഞ്ഞു പോയാലോ? അതും ദുഃഖമാണ്. ഇതിനകത്ത് ഏതാ കൂടിയ ദുഃഖം? നോട്ട്ബുക്ക് കളഞ്ഞു പോകുന്നത്. ഇനി ബൈബിളും കളഞ്ഞു പോയാലോ? അതൊന്നും കളയരുത്, ഭക്ഷണത്തിനൊക്കെ പോകുമ്പോൾ ബൈബിൾ സൂക്ഷിച്ചോണം. ബൈബിൾ കളഞ്ഞു പോയാലോ? അത് അതിനേക്കാൾ വലിയ ദുഃഖമാണല്ലേ. നമ്മുടെ ബൈബിളിനോട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇനി നമുക്ക് ഏതൊരു ആക്സിഡന്റ് ഉണ്ടായാലോ? അതും ദുഃഖം. ഞാൻ ഉദാഹരണം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, പക്ഷെ ഡിഗ്രി കൂടിക്കൂടി വരിക. ഇനിയും ഉദാഹരണം എല്ലാം പറയുന്നില്ല. ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് കേട്ടാലോ? അതും ദുഃഖം, അത് കൂടിയ ഡിഗ്രി ദുഃഖമാണ്. ഇനി ഒരു വ്യക്തി മരിച്ചു, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു എന്ന് പറഞ്ഞാലോ? അതും ദുഃഖമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ദുഃഖത്തെ തന്നെ പല ഗ്രേഡിൽ പെടുത്താൻ സാധിക്കും. യവന സങ്കല്പത്തിൽ അവർ അതിനെല്ലാം പ്രത്യേകം വാക്കാം. നമുക്ക് മലയാളത്തിൽ എല്ലാം കൂടെ ദുഃഖമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വിലാപം, അത്രയേ ഉള്ളൂ. എന്നാൽ അവർക്ക് അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ വാക്ക്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് 9th ഡിഗ്രി സോർ, ഏറ്റവും തീവ്രമായ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ എത്രമാത്രം നാം ദുഃഖിക്കും. ആ ദുഃഖത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻതിയോ, എഴുതാനും സമയമില്ല, PNTHEO, ആ ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ കാണത്തില്ല ബാക്കില് എന്ന് പറഞ്ഞാൽ അത്ര വാക്കുകൾ ശ്രദ്ധിക്കേണ്ട, ആശയം മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും തീവ്രമായ ദുഃഖം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാടിൽ ദുഃഖിക്കുന്ന ദുഃഖം, അതിനുപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ദുഃഖിക്കുന്നവർ ആണ് ആനന്ദപൂർണ്ണർ. അപ്പോൾ കേവലം ഒരു കാഷ്വൽ സോറോ അല്ല. നമ്മൾ ചിലപ്പോൾ സോറി എന്ന് പറയാറുണ്ടല്ലേ. സോറി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസമായതുകൊണ്ട് സോറി പറയുന്നത് പലപ്പോഴും അർത്ഥം ചിന്തിക്കാതെ പറയും. നമ്മൾ ഇങ്ങനെ എല്ലാവരും ബെഞ്ചിലിരിക്കാൻ, കസേരയിരിക്കുക, അടുത്തിരിക്കുന്ന ആളിന്റെ കാര്യം ചവിട്ടിയാൽ എന്താ പറയും? സോറി പറയും. ആളെ ക്ഷമിക്കുകയും ചെയ്യും. 5 മിനിറ്റ് ഒന്നുകൂടെ ചവിട്ടിയാലോ പിന്നെയും സോറി പറയും. ഇങ്ങനെ ഓരോ 5 മിനിറ്റ് കഴിഞ്ഞ് ചവിട്ടുക, സോറി പറയുക അല്ലേ. ഈ കലാപരിപാടി എത്ര പേരും തുടരാൻ പറ്റും? ഞാൻ ഉദാഹരണം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോറി പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, അത് പറയാൻ വേണ്ടി പറയുകയാണ്. സോറിയും താങ്ക് യു ഒക്കെ അർത്ഥം നഷ്ടപ്പെട്ടു പോയി. ദർ ഇസ് നോ സോറോ ബിഹൈൻഡ് അവർ സോറി. നമ്മൾ ഈ സോറി പറയുന്നത് അത് ദുഃഖമില്ല, ദുഃഖം വേണം. എന്നാൽ അങ്ങനെ ഒരു സോറി അല്ല ഉദ്ദേശിക്കുന്നത്, വളരെ തീവ്രമായ ദുഃഖം. ശരി, ഈ ദുഃഖം എന്തിനെ ഓർത്തോളം? ഈ ദുഃഖം
ഇതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന 2 റെഫറൻസസ് ഉണ്ട്. നിങ്ങൾ വായിക്കാൻ സമയം കുറിച്ചാൽ മതി. മർക്കോസ് 16:10 ഈ ശിഷ്യന്മാരെ കുറിച്ച് നാം വായിക്കുന്നു. കർത്താവിന്റെ മരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ശിഷ്യന്മാരോട് ഒരുമിച്ച് കൂടി അവർ ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്നു എന്നൊരു പ്രയോഗമുണ്ട്. അവർ ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്ന ശിഷ്യന്മാരെ ഈ മഗ്ദലക്കാരത്തി മറിയ വന്ന് കാണുകയാണ്. ഇവിടെ 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ഗ്രീക്കിലെ ആ വാക്കിന്റെ ആശയം പൂർണ്ണമായി വരുത്താൻ വേണ്ടി മലയാളത്തിൽ 2 വാക്ക് ഉപയോഗിക്കുക. ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്നു, അവിടെ ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഗെത്സമനയിൽ കർത്താവിന്റെ വ്യഥ വിവരിക്കുമ്പോൾ മത്തായി 26:37 ഈ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവിന്റെ വ്യഥ പറയുമ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മത്തായി 26:37 അവൻ വ്യാകുലപ്പെട്ടും കരഞ്ഞും ഒക്കെ നാം വായിക്കുന്നു. ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും ഇരുന്നു. അപ്പോൾ ആ തീവ്രമായ ദുഃഖം, ഗെത്സമനയിൽ കർത്താവ് അനുഭവിച്ച മാനസിക വ്യഥ, അതിന്റെ ആഴം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള തീവ്രമായ ദുഃഖത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ പദം തന്നെയാണ് മത്തായി 5:4 കർത്താവ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെന്തിനെ ഓർത്തുള്ള ദുഃഖം? സ്വാഭാവിക ദുഃഖം അത് നമുക്കെല്ലാം ഉണ്ട്, അത് അനുവദനീയമാണെന്ന് നമുക്കറിയാം. സ്വാഭാവിക ദുഃഖം, ദുഃഖത്തെ സാധാരണ 2 തരത്തിൽ തിരിച്ച് പറയാറുണ്ട്. അതൊന്ന് പെട്ടെന്ന് ഞാൻ പറയാം. സ്വാഭാവിക ദുഃഖം എന്താ? സ്വാഭാവിക ദുഃഖം വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടത ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മരണം, വേർപാടൊക്കെ സംഭവിക്കുമ്പോൾ ദുഃഖിക്കും. അതിൽ തെറ്റില്ല. ഉദാഹരണത്തിന് അബ്രഹാം ദുഃഖിച്ചതായിട്ട് നാം ഉൽപ്പത്തി 23:2 വായിക്കുന്നു. അബ്രഹാം തന്റെ ഭാര്യ സാറ മരിച്ചപ്പോൾ സാറായെ ഓർത്ത് ദുഃഖിച്ചു വിലപിച്ചു എന്നൊക്കെ നാം വായിക്കുന്നു. അത് അനുവദനീയം, അത് സ്വാഭാവികമാണ്. താൻ വിശ്വാസികളുടെ പിതാവാണ്. എന്നാൽ തന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചപ്പോൾ ആ മരണം ഓർത്ത് അബ്രഹാം ദുഃഖിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വേറൊരു വാക്കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ചില വിശ്വാസികൾ പറയാറുണ്ട്, ഈ 1 തെസ്സലോനിക്കർ 4:13 അനുസരിച്ച് മരണവേളകളിൽ വിശ്വാസികൾ കരയരുത് എന്ന് പറയുന്നവരുണ്ട്. ഒരു ഉപദേശമായിട്ടില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. 1 തെസ്സലോനിക്കർ 4:13 ഒന്ന് വായിച്ചേ. അവിടെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി വായിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 4:13. മതി. അവിടെ എന്താ വാക്യത്തിൽ പറയുന്നത്? നമ്മൾ ദുഃഖിക്കരുതെന്നാണോ പറയുന്നത്? വിശ്വാസികൾ, കൂട്ടവിശ്വാസികൾ മരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ദുഃഖിക്കരുത്. മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അവിടെ പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ അപ്പോസ്തലനോട് വിലക്കിയിരിക്കുന്നത്? എന്താ? പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ, അതാണ് പ്രധാനപ്പെട്ട വാക്ക്. അങ്ങനെ ദുഃഖിക്കരുത്. വിശ്വാസികൾ ദുഃഖിക്കരുതെന്നല്ല പറയുന്നത്, പിന്നെ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. നമുക്ക് ദുഃഖമുണ്ട്, പക്ഷേ അതെങ്ങനെയുള്ള ദുഃഖമാണ്? പ്രത്യാശയുള്ള ദുഃഖമാണ്. നമ്മുടെ ദുഃഖത്തിൽ ഒരു പ്രത്യാശയുണ്ട്. There is a blessed hope behind our sorrow. നമ്മൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ ദുഃഖത്തിന് വിലക്ക് കൽപ്പിച്ചിട്ടില്ല. പിന്നെ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. എങ്ങനെ പ്രത്യാശയില്ലാത്തവർ ദുഃഖിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഈ ഹിന്ദുക്കളുടെ മരണവേളകളിൽ അവരുടെ വീടുകളിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? അല്ലെ കണ്ടിട്ടുണ്ടോ? അവരെങ്ങനെ ദുഃഖിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവർ നമ്മുടെ കൂട്ട് പാട്ടൊക്കെ പാടി സന്തോഷിച്ചിരിക്കുകയാണ്. അല്ല, അവർ പലപ്പോഴും നെഞ്ചക്കടിച്ച് വലിയ നിലവിളിയാണല്ലേ. അതാണ് പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖം. പ്രത്യാശയില്ലാത്തവരെ പോലെ നാം ദുഃഖിക്കരുത്. നാം ദുഃഖിക്കാം, പക്ഷേ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാൻ പാടില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായ ദുഃഖമാണ്. യെരമ്യാ 9:1 പ്രവാചകൻ അവിടെ ജനത്തിന്റെ പാപം കണ്ട് ദുഃഖിക്കുന്നുണ്ട്. എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിധനന്മാർക്ക് വേണ്ടി കരയുവാൻ എന്റെ തല കണ്ണു നീർച്ചാലും തല വെള്ളവുമായി തീർന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവിക ദുഃഖമാണ്, അത് അനുവദനീയമാണ്. എന്നാൽ അത് നാച്ചുറൽ സ്വാഭാവികമായ ദുഃഖം. എന്നാൽ മറ്റൊരു ദുഃഖമാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതിനെ പൗലോസ് വിളിച്ചിരിക്കുന്നത് ഗോഡ്ലി സോർ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, ഓർ സൂപ്പർ നാച്ചുറൽ സോറോ. അത് അമാനുഷികമായ ദുഃഖം. അതിന്റെ 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. പഴയ നിയമത്തിലെ ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. യോവേൽ പ്രവചനം 2:12-13. മത്തായി 5:4 പറയുന്ന ദുഃഖം എന്താണെന്നാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് അമാനുഷികമായ ദുഃഖമാണ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. അത് കേവലം സ്വാഭാവികമായ ദുഃഖമല്ല. 2:12-13, യോവേൽ 2:12-13. വസ്ത്രങ്ങളെയെല്ലാം ഹൃദയങ്ങളിൽ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ
മതി, അത്രയും മതി. ഇവിടെ പറയുന്ന ദുഃഖം ഏതാ? ഇവിടെ ജനത്തോട് യോവേൽ പ്രവാചകൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കണം, അല്ലെങ്കിൽ മാനസാന്തരപ്പെടണം. അപ്പോൾ മാനസാന്തരത്തിൽ അടങ്ങിയിരിക്കുന്ന ദുഃഖം, ദ സോറോ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ റിപ്പന്റൻസ്, മാനസാന്തരം, മനസ്സിനുള്ള മാറ്റം, അതിലടങ്ങിയിരിക്കുന്ന ദുഃഖമാണ് ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുകയും, അതാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് വെച്ചാൽ ടേണിംഗ് ബാക്ക്, തിരിഞ്ഞു വരിക, അതാണ് മാനസാന്തരം. അപ്പോൾ ആ ദുഃഖമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ 7:9-10 പൗലോസും ഇതേ കാര്യം തന്നെ പറയുന്നു. ആ ദുഃഖമാണ് ഇവിടുത്തെ വിഷയം. 2 കൊരിന്ത്യർ 7:9-10 ഞാനത് വായിക്കാം. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു പാപിയോടുള്ള ബന്ധത്തിൽ ഇതിന് പ്രസക്തിയുള്ള ഒരു പാപി താൻ പാപിയാണെന്ന് മനസ്സിലാക്കി സമ്മതിക്കുമ്പോൾ തന്റെ പാപത്തെ ഓർത്ത് ദുഃഖിക്കുന്ന ദുഃഖം. ഇനി വിശ്വാസികളുടെ ബന്ധത്തിന്റെ അർത്ഥം എന്താ? വിശ്വാസികൾ ദുഃഖിക്കണമോ? ദുഃഖിക്കണം. എപ്പോഴാണ് ദുഃഖിക്കേണ്ടത്? വിശ്വാസികളുടെ ജീവിതത്തിലും പാപം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവരും അതോർത്ത് അനുദപിക്കണം, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദുഃഖത്തിന്റെ പ്രസക്തി, ആ ദുഃഖമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ അതിനെ ഓർത്ത് നാം സാധാരണ പറയും, നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്, പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ക്ഷമ പറയണം. ആരോടെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമ പറയും. അല്ല, നമ്മൾ ദൈവത്തോട് എന്താ ചെയ്യേണ്ടത്? ഏറ്റു പറയണം, അല്ലെ? 1 യോഹന്നാൻ 1:9 നമുക്ക് വളരെ ആശ്വാസം തരുന്നൊരു വാക്യമാണ്, അല്ലേ? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ ഏറ്റുപറയും. പക്ഷേ ഈ ഏറ്റുപറച്ചിൽ എന്നുള്ളതുകൊണ്ട് എന്താണ് നാം അർത്ഥമാക്കുന്നത്? ഏറ്റുപറച്ചിൽ, മലയാളത്തിലെ വാക്ക് നല്ല വാക്കാണ്. പഴയ കാലത്ത് നമുക്കറിയാം, ഈ മൈക്കൊക്കെ ഇല്ലാത്ത കാലത്ത് ഏറ്റുപറച്ചിൽ ഉപദേശിമാരുണ്ടായിരുന്നു, അല്ലേ? മാരാമൻ കൺവെൻഷൻ പോലെ വലിയ കൺവെൻഷനിലൊക്കെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ വേറൊരാൾ അതേ വാചകം അതുപോലെ റിപ്പീറ്റ് ചെയ്യും. അതിനാണ് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. മൂലഭാഷയിലെ വാക്കിന്റെ അർത്ഥം സേ ദ സെയിം തിങ്. കൺഫസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിനേക്കാൾ മലയാളത്തിലെ വാക്കാണ് കൂടുതൽ അർത്ഥവത്ത്. സേ ദ സെയിം തിങ് എന്ന് പറഞ്ഞാൽ ദൈവം, നാം പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ നേരെ വിരൽ ചൂണ്ടി, മകനെ മകളെ, നിന്റെ ജീവിതത്തിലെ നീ ചെയ്ത കാര്യം പാപമാണെന്ന് പറയുമ്പോൾ നാം എന്ത് പറയണം? നാമും അത് തന്നെ സമ്മതിച്ച് ഏറ്റുപറയണം. നാം പറയണം, യെസ് ലോർഡ്, ഇറ്റ് ഈസ് എ സിൻ, അത് പാപമാണെന്ന് ഞാനും സമ്മതിക്കുന്നു. അതാണ് ഏറ്റുപറച്ചിൽ. പലപ്പോഴും നമ്മുടെ ഏറ്റുപറച്ചിൽ ഇതൊന്നും അർത്ഥം മനസ്സിലാക്കിയല്ല നാം ഏറ്റുപറയും. മാത്രമല്ല, അതിന്റെ പിന്നിൽ വലിയ ദുഃഖവും വേണം. ശരിയായി നാം പാപത്തെക്കുറിച്ച് ദുഃഖിക്കുമ്പോൾ, അനുഗമിക്കുമ്പോൾ മാത്രമേ ആത്മാർത്ഥമായി ഏറ്റുപറയാൻ സാധിക്കുകയുള്ളൂ. സദൃശവാക്യം 22:13 ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. തന്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. പിന്നെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും, അല്ലെ? ഏറ്റുപറച്ചിനോടുകൂടെ എന്ത് വേണം? ഉപേക്ഷിക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടാണ് അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ സാധാരണ പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. ഞാൻ പറയുന്ന പല ദൃഷ്ടാന്തങ്ങളും കുട്ടികളുടെ ദൃഷ്ടാന്തങ്ങളാണ്. കാരണം യുവതി യുവാക്കന്മാരുടെ ഇടയിലാണ് ഞാൻ കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇത് ഒരു സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ നടന്ന സംഭവമാണ്. അവിടെ ഹോസ്റ്റലിലെ മെസ് ഹാളിൽ നിന്ന്, അച്ഛന്മാരൊക്കെ നടത്തുന്ന ഹോസ്റ്റലാണ്, അവിടെ നിന്ന് ഒരു ദിവസം 2 ഏത്തയ്ക്ക മോഷണം പോയി. സ്റ്റുഡൻസ് ഹോസ്റ്റലിലെ മെസ് ഹാളിൽ നിന്ന്. അപ്പോൾ ഈ അച്ഛനൊരു കാര്യം ചെയ്തു. അത് പിറ്റേ ദിവസം വാർഡൻ അച്ഛൻ നോട്ടീസ് ബോർഡിൽ അത് എഴുതിയിട്ട്, ഇങ്ങനെ 2 ഏത്തയ്ക്ക മോഷണം പോയിട്ടുണ്ട്, ആരെങ്കിലും എടുത്തെങ്കിൽ എന്റെ മുറിയിൽ വന്ന് അത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി, അവരെ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞൊരു നോട്ടീസ് എഴുതി. അന്ന് രാത്രി ഒരു കുട്ടി രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ അച്ഛന്റെ മുറിയിൽ വന്ന് പറഞ്ഞു, അച്ഛോ, ഞാൻ മെസ് ഹാളിൽ നിന്ന് 4 ഏത്തയ്ക്ക മോഷ്ടിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മൊത്തം 2 ഏത്തയ്ക്കയെ മോഷണം പോയിട്ടുള്ളൂ, പിന്നെങ്ങനെ നീ 4 മോഷ്ടിച്ചെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, 2 ഞാൻ മോഷ്ടിച്ചു, പിന്നെ അടുത്ത ആഴ്ചയും 2 മോഷ്ടിക്കാനിരിക്കുകയാണ്, അതുകൊണ്ടായി 4 ഏത്തയ്ക്കാരെ കണക്ക് പറഞ്ഞത്. അതെല്ലാം ഒരുമിച്ച് അങ്ങ് ഹോൾസെയിലായിട്ട് അങ്ങ് കൺഫസ് ചെയ്തതാണ്. അടുത്ത ആഴ്ച 2 കൂടെ മോഷ്ടിക്കാനിരിക്കുക, അതുകൊണ്ടാണ് 4 എന്ന് പറഞ്ഞത്. അത് നല്ല ഏറ്റുപറച്ചിലാണല്ലേ? അപ്പോൾ പാപം ഏറ്റുപറയുമ്പോൾ തന്നെ അത് ഉപേക്ഷിക്കാൻ പരിപാടിയില്ല. അവസരം കിട്ടിയാൽ അടുത്ത് ചെയ്യാനുള്ള പ്ലാനിങ്ങോടെ നടത്തിയിട്ടിരിക്കുക.
പലപ്പോഴും നാം ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറയുമ്പോൾ ഇതുപോലുള്ള ഏറ്റുപറച്ചിലായി പോകാറില്ലേ, അറിഞ്ഞോ അറിയാതെയോ? പാപത്തോട് വെറുപ്പ് തോന്നി ദുഃഖിച്ച് അത് ഏറ്റുപറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ശരിയായ ദുഃഖം നമ്മുടെ ഏറ്റുപറച്ചിൽ വരണം. അങ്ങനെയുള്ളവർക്ക് ആശ്വാസം ലഭിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാനിതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പിന്നെ വൈകിട്ട് കടന്നു വരാം. അത്രയും കൂടെ പറയാൻ എന്റെ സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ദുഃഖം പാപത്തെ ഓർത്തുള്ള ഒരുവൻ തന്റെ ശരിയായ അവസ്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി തരുമ്പോൾ അത് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ദുഃഖിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്. അത് എങ്ങനെയുള്ള ദുഃഖമായിരിക്കണം? എന്താണ് അതിന്റെ ഡിഗ്രി? അത് ഒരു വളരെ പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാടിൽ എത്രമാത്രം ദുഃഖിക്കുമോ അതുപോലെ തീവ്രമായ ദുഃഖം. ആ നിലയിൽ നാം പാപത്തെ ഓർത്ത് ദുഃഖിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല തെറ്റുകളെ ഓർത്ത് വിലപിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ആശ്വാസം അഥവാ ശക്തി ലഭിക്കുമെന്നാണ് ഇവിടെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് ആനന്ദത്തിന്റെ രഹസ്യം. അത് വളരെ ആനന്ദമുളവാക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ ആപത്തെ ഓർത്തുള്ള ആത്മാർത്ഥമായ ദുഃഖം. ഒന്നാമത്തേത് മറക്കരുത്, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നുമില്ലായ്മ, നമ്മുടെ അയോഗ്യത, നമ്മുടെ അശക്തി, അതെല്ലാം സമ്മതിച്ച് ദൈവസന്നിധിയിൽ വരുന്ന അവസ്ഥ. വരും ദിവസങ്ങളിൽ ഈ മനോഭാവങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് നാം അതിനുവേണ്ടി നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ മാത്രമേ ഇങ്ങനെ ഉള്ള മനോഭാവത്തിൽ തുടർന്ന് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ജീവിക്കുവാൻ ഈ ചെറിയ ആലോചന മുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മയെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.